ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരുമിച്ച് നിങ്ങൾ എല്ലാവരെയും കാണാനും ഈ ഒരു ശുശ്രൂഷയിൽ പങ്കാളിയാകാൻ ദൈവം നൽകുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ മനോഹരമായി പാട്ടുകൾ പാടി ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കിയ പ്രിയ ദൈവദാസൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആഴമേറിയ ഒരു ആത്മീയ ആരാധന നമുക്ക് ഈ ഓൺലൈനിലൂടെ അനുഭവിക്കാൻ ദൈവം കൃപ നൽകി. എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുന്നു. ക്രിസ്ത്യൻ ഹാപ്പി ഫാമിലി, ക്രിസ്തീയ സന്തുഷ്ട കുടുംബം എന്ന ടൈറ്റിൽ ദൈവവചനത്തിലൂടെ ചില കാര്യങ്ങൾ ചിന്തിക്കാനാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. എഴുതിയെടുക്കാൻ കഴിയുമെങ്കിൽ നോട്ട്സുകൾ കൂടെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. കേട്ട് നമ്മൾ വിട്ടുപോകാതെ കരുതാനൊക്കെ അതൊരു മുഖാന്തരമായി തീരും എന്ന കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം അവസാനത്തെ ഭാഗം നമുക്ക് വായിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ആരംഭിക്കാം. യോശുവയുടെ പുസ്തകം ചാപ്റ്റർ 24 വേഴ്സ് 15, the last part. യഹോവയെ സേവിക്കുന്നത് നന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദി അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തുവരുന്ന ദേശത്തിലെ അമ്മോനിയരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നമ്മുടെ കണ്ണുകൾ അടച്ചൊരു വാക്കൂടെ പ്രാർത്ഥിക്കാനുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തിരുസനെ ഞങ്ങളായിരിക്കുന്നു. ഈ രാത്രിയുടെ യാമത്തിലും പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കും. തിരുവഴുത്തുകളിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സത്യങ്ങൾ ഞങ്ങളുടെ കണ്ണ് തുറക്കാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്തുഷ്ട കുടുംബമായി ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ ഫാമിലി മാറുവാൻ മഹാദൈവം സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യോശുവയുടെ വ്യക്തിപരമായ ഒരു ഡിസിഷനാണ്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ നൂറ്റാണ്ടിൽ വളരെ പ്രശസ്തിയുള്ള ഒരു വാക്യം കൂടെയാണിത്. കുടുംബങ്ങൾ പ്രതിജ്ഞ ചെയ്യേണ്ട ഒരു വാക്യം കൂടെയാണ്. കുടുംബങ്ങൾ തകരുന്ന, ശിഥിലമാകുന്ന, ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുടുംബത്തിന്റെ മൂല്യമായ പല അവസ്ഥകളും ഇന്ന് വളരെ നിസ്സാരമായി കരുതപ്പെടുന്ന ഒരു കാലത്താണ് പരിശുദ്ധാത്മാശ്രയത്തിൽ ഓരോ ദിവസവും ജീവിതം നയിക്കാൻ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ധാരാളം വ്യക്തികളെയും കുടുംബങ്ങളെ കുറിച്ചൊക്കെ കാണാമെങ്കിലും ഒരു 300 കുടുംബങ്ങളെ കുറിച്ച് വളരെ പ്രത്യേകമായി പഴയ പുതിയ നിയമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. 300 ഫാമിലീസ്. അതിലും ഒരു 15 കുടുംബങ്ങളാണ് ഏറ്റവും ദൈവം ഉപയോഗിച്ച ദൈവസഭയ്ക്കും ലോകത്തിലെ മുഴുവൻ ദൈവമക്കൾക്കും പാറ്റേണായി, മോഡലായി നിൽക്കുന്ന കുടുംബങ്ങൾ. എന്നാൽ പരാജയപ്പെട്ട കുടുംബങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് ഈ 300-നകത്ത് നമുക്ക് കാണാൻ കഴിയും. തകർന്നു പോയ കുടുംബങ്ങൾ, ഇല്ലായ്മ ചെയ്യപ്പെട്ട കുടുംബങ്ങൾ, വേദനയിൽ ആഴ്ന്നുപോയ കുടുംബങ്ങളെയൊക്കെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും ഏറ്റവും പരിചയമുള്ള വലിയ കുടുംബമാണ് യാക്കോബിന്റെ കുടുംബം. 70 അംഗങ്ങളുമായി മിസ്രൈമിലേക്ക് പോയ യാക്കോബിന്റെ കുടുംബമാണ് വിശുദ്ധ വേദപുസ്തകം തന്നെ വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ കുടുംബമാണ്. കുടുംബത്തെ കുറിച്ച് ഒരു 3 ഡെഫിനിഷൻ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്പർ 1, ഫാമിലി ഈസ് ദ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. കുടുംബം എന്ന് പറയുന്നത് ശരിക്കും ദൈവികമായ ഒരു സ്ഥാപനമാണ്. ഫാമിലി എന്ന് പറയുന്നത് ദൈവം ഭൂമിയിൽ സ്ഥാപിച്ച, പരിശുദ്ധാത്മാവ് പണിതുകൊണ്ടിരിക്കുന്ന, ദൈവ സാന്നിധ്യത്തിൽ നയിക്കപ്പെടുന്ന ഒന്നാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മുപ്പിരി ചരട് അറ്റുപോകയില്ല എന്നതാണ് സഭാപ്രസംഗിയിൽ നമ്മൾ വായിക്കുന്ന
ഒരു പ്രത്യേകമായ സത്യം. ഒരു പുരുഷനും ഭാര്യയും തമ്മിൽ യോജിച്ചതിലൂടെ ആ കുടുംബം വിജയിക്കണമെന്നില്ല. ഇരുവരുടെയും നടുവിൽ പ്രത്യക്ഷമാകുന്ന അമാനുഷികമായ ഒരു സാന്നിധ്യം, അമാനുഷികമായ ഒരു ഗൈഡൻസ്, ഒരു സൂപ്പർ നാച്ചുറൽ ഗൈഡൻസ്, അതാണ് ശരിക്കും ദൈവം എന്ന് പറയുന്നത്. ആ മൂന്നാമൻ ഈ രണ്ടുപേരുടെയും ഇടയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ആ ഫാമിലി ഏറ്റവും സ്ട്രോങ് ആയി മാറുന്നത്. രണ്ട് തടി കഷ്ണങ്ങൾ ഫെവിക്കോൾ വെച്ച് ഒരു കാർപ്പന്റർ തമ്മിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറാതെ ഒന്നായി ചേർന്ന് നിൽക്കുന്നത് പോലെ കുടുംബജീവിതത്തെ ഒന്നാക്കി തീർക്കുന്നത്, ഭാര്യയുടെയും ഭർത്താവിന്റെ മനസ്സ്, ചിന്ത, ഇവയൊക്കെ ഒന്നാക്കി നിർത്തുന്നത് ഈ തടിക്കഷ്ണങ്ങളെ ഒന്നായി യോജിപ്പിക്കുന്ന ഫെവിക്കോള് പോലെ ദൈവത്തിന്റെ മഹാസാന്നിധ്യമാണെന്ന കാര്യം ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ദൈവ സാന്നിധ്യമില്ലാത്ത കുടുംബങ്ങൾ അടിസ്ഥാനമില്ലാത്ത വീടുകളെ പോലെയാണ്, വേരില്ലാത്ത വൃക്ഷങ്ങളെ പോലെയാണ്, സ്ഥായിയായി ഉറപ്പ് കിട്ടാതെ ഇരിക്കുന്ന ഒരു വലിയ പാറക്കഷ്ണം പോലെയാണ്. ഏത് സമയത്തും കാറ്റുകൾ അടിച്ചാൽ, പ്രതിസന്ധികൾ ഉണ്ടായാൽ അത് കൊഴിഞ്ഞു പോകാനോ അത് തകർന്നു പോകാനോ ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. കാറ്റുകൾ അടിച്ചിട്ടും കോളിളക്കമുണ്ടായേച്ചും മറ്റ് പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഒരിക്കലും ഇടിഞ്ഞു വീഴാതെ നിലനിൽക്കുന്ന കുടുംബങ്ങളെല്ലാം പരിശുദ്ധാത്മ സഹായത്തിൽ നിൽക്കുന്ന കുടുംബങ്ങളാണ്. അതുകൊണ്ട് ദൈവിക സ്ഥാപനമായിരിക്കണം, ദൈവത്തിന്റെ കംപ്ലീറ്റ് നിയന്ത്രണത്തിലായിരിക്കണം നമ്മുടെ കുടുംബങ്ങൾ. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരു ജ്യേഷ്ഠനും അനുജനും തമ്മിൽ വഴക്കുണ്ടായി. വളരെ സ്നേഹത്തിൽ ജീവിച്ചവരായിരുന്നു. രണ്ടുപേരും വഴക്കുണ്ടായി. അടുത്തടുത്തായിരുന്നു അവരുടെ വീടുകൾ. ഒരു ദിവസം അനുജൻ ഒരു ആശാരിയെ കൊണ്ടുവന്നു. വീട്ടിന്റെ ജ്യേഷ്ഠന്റെ വീട് കാണാത്ത നിലയിൽ ഇടയ്ക്കുള്ള ഒരു ചെറിയ തോടുണ്ടായിരുന്നു. ആ തോടിനെ കാണിച്ചിട്ട് ആശാരിയോട് പറഞ്ഞു, ഇതെന്റെ ജ്യേഷ്ഠൻ JCB കൊണ്ട് ഇടിച്ച് ഉണ്ടാക്കിയ കുഴിയാണ്, എനിക്ക് അങ്ങോട്ട് പോകാനോ അവൻ ഇങ്ങോട്ട് വരാനോ പറ്റാത്ത നിലയിൽ ചെയ്ത ഭയങ്കരമായ ഒരു ചതിയാണ്. അതുകൊണ്ട് ഇനി എന്റെ ജ്യേഷ്ഠന്റെ മുഖം പോലും കാണാൻ എനിക്ക് ആഗ്രഹമില്ല. അത്രയ്ക്കും ഞാൻ അവനെ വെറുത്തു. കുറെ തടി കഷ്ണങ്ങൾ കൊടുത്തേച്ചു പറഞ്ഞു, ഉയർന്നതും പൊങ്ങിയതുമായ മതില് പോലുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി തരണം. ഈ ചാലിനപ്പുറത്ത് വസിക്കുന്ന എന്റെ ജ്യേഷ്ഠനെ എനിക്ക് കാണണം. അതിന്റെ സാധനമൊക്കെ ഏൽപ്പിച്ചേച്ച് ആ മനുഷ്യൻ മാറിപ്പോയി. ഈ ആശാരി പണി ആരംഭിച്ചു. സന്ധ്യയായപ്പോൾ പണി അവസാനിച്ചു. ഈ സമയത്ത് ജ്യേഷ്ഠൻ വീട്ടിലേക്ക് ജോലി സ്ഥലത്ത് നിന്ന് മടങ്ങി. താൻ കണ്ട കാഴ്ച എന്നാന്ന് ചോദിച്ചാൽ ഒരു വലിയ മതിലല്ലായിരുന്നു. ആ വലിയ ചാല് തോടിന്റെ മുകളിൽ ഈ ആശാരി ഒരു പാലം പണിതിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു പാലം. പെട്ടെന്ന് ആ ജ്യേഷ്ഠൻ ഞെട്ടിപ്പോയി. ഞാൻ ഇത്രയും ദ്രോഹങ്ങളും ദോഷങ്ങളും ചെയ്ത് എന്റെ അനുജനെ വെറുപ്പിച്ചിട്ടും അവൻ ഒത്തിരി തിന്മകൾ ചെയ്തിട്ടും ഞാൻ നടന്ന് അവന്റെ വീട്ടിലേക്ക് പോകാൻ എനിക്കൊരു പാലം പണിതെന്നോർത്തേച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് ആ പാലം കടന്ന് അനുജന്റെ വീട്ടിലേക്ക് അനുജനെ വിളിച്ചു. അനുജൻ ഇത് അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് അവനോട് ഞാൻ ചെയ്ത എല്ലാ തിന്മകൾക്കും മനഃപൂർവ്വമായി എന്നോട് ക്ഷമിക്കണം എന്ന് ക്ഷമ ചോദിക്കാനും അവനും ഉടനെ പശ്ചാത്തപിച്ച് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഒത്തിരി കരഞ്ഞു. തമ്മിൽ അവർ സ്നേഹത്തിലാണ്. ഈ സമയത്തായിരുന്നു ആശാരി അവരുടെ മുന്നിലേക്ക് വന്നത്. അപ്പൊ ആശാരി പറഞ്ഞു, ഇനി ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. എന്റെ ജോലി കഴിഞ്ഞു. അനുജൻ പറഞ്ഞു, ഇല്ല, ഇനിയും ഇതുപോലുള്ള ചില ജോലികൾ നിങ്ങൾക്ക് ചെയ്യാൻ ഇവിടെയുണ്ട്. ആശാരി പറഞ്ഞു, ഇല്ല, ഇത്രയും മാത്രമാണ്, ഇതുപോലുള്ള ജോലി ഇനിയും പല വീടുകളിൽ എനിക്ക് ചെയ്യാനുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞാൽ ആശാരിയുടെ പ്രത്യേകമായ ഇടപെടൽ ആ രണ്ട് സഹോദരങ്ങളുടെ ഇടയിലുള്ള വിള്ളലകറ്റി അവരെ ഒന്നാക്കി മാറ്റി. ഇതുപോലെയാണ് ദൈവമെന്ന ആശാരിയാണ് തകർന്നുപോയ കുടുംബങ്ങളെ പണിയേണ്ടത്, വിള്ളലുകളെ അകറ്റേണ്ടത്.
ഒരു പാലമായി തീരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ദൈവിക സ്ഥാപനം എന്ന ബോധം ഓരോ ദൈവ കുഞ്ഞുങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ടാകണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്പർ 2, രണ്ടാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഫാമിലി ഈസ് എ പ്ലേസ് വെയർ മ്യൂച്വൽ ലവ് ആൻഡ് റെസ്പെക്ട് ഈസ് ഷെയർഡ്. പരസ്പരം സ്നേഹവും ബഹുമാനവും പങ്കിടേണ്ട സ്ഥലമാണ് കുടുംബം എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിനകത്ത് ഭർത്താവാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെങ്കിലും ഭാര്യയും തുല്യമായ ഒരു സ്ഥാനത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ, വിലയുള്ള വ്യക്തിയായിട്ട് ഭാര്യയും കാണുന്ന ഒരു ഭർത്താവാണ് ജീവിതത്തിൽ എപ്പോഴും ജയിക്കുന്നത്. ഏതെല്ലാം വീട്ടിനകത്ത് ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് സ്നേഹവും ബഹുമാനവും കൊടുക്കാതെ ഞാനാണ് തല, അല്ലെ, ശരിയാണ്, സത്യമാണ് എന്ന ആ ഒരു മട്ടിൽ ജീവിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടോ, ആ വീടുകളെല്ലാം വലിയ പരാജയത്തിൽ എത്തപ്പെട്ടിട്ടുണ്ട്. ചിലർ വിവാഹമൊക്കെ കഴിഞ്ഞു വന്നാൽ ഈ പോലീസും കള്ളനും പോലെയാണ് ചില ഫാമിലി. പറയുന്നിടത്തിരുന്നോണം, എണീറ്റോണം, പോയിക്കോണം, കിടന്നോണം, എല്ലാം മിലിറ്ററി സിസ്റ്റമാണ്. കൽപ്പിക്കും, അതുപോലെ ചെയ്തോണം. അത് ചെയ്തില്ലെങ്കിൽ ആ വീട്ടിനകത്തും വഴക്കാണ്. അതല്ല വേണ്ടത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഭവനത്ത് അതല്ല വേണ്ട. പരസ്പരം സ്നേഹം വേണം, പരസ്പരം ബഹുമാനം ഉണ്ടാകണം. ഒരു ഓർക്കസ്ട്രേഷൻ നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിനകത്ത് വയലിനുണ്ട്, കീബോർഡുണ്ട്, ഗിറ്റാറുണ്ട്, ഡ്രംസ് ഉണ്ട്. ആ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകളെല്ലാം പ്ലേ ചെയ്ത് ഒരു പാട്ട് പാടുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ ഒരു ഇൻസ്ട്രുമെന്റും അതിന്റെ ശബ്ദം ഉയർത്തി നിൽക്കാറില്ല. റിതംപാട് നല്ല ശബ്ദമുള്ള സാധനമാണ്, അടിച്ചാൽ അതിന്റെ ശബ്ദം പോലെയല്ല വയലിന്റെ ശബ്ദം, ശാന്തമായ ശബ്ദം. പക്ഷെങ്കിൽ ആ പാട്ടിന്റെ രീതി അനുസരിച്ച് വയലിനും ഗിറ്റാറും ആ കീബോർഡിന്റെ കട്ടകളും അത് പ്ലേ ചെയ്യുന്നതനുസരിച്ച് അവർ ഒന്നായിട്ട് യോജിച്ച് നിൽക്കുമ്പോഴാണ് ആ മ്യൂസിക് ഓർക്കസ്ട്രേഷന്റെ ആ സംഗീത ശബ്ദം നമ്മുടെ കാതുകളെ ഏറ്റവും രസിപ്പിക്കുന്നതായി മാറണം. പേടിന്റെ ശബ്ദം ഹൈലൈറ്റ് ചെയ്തിരുന്നാലും വയലിന്റെ ശബ്ദം വിളി കേൾക്കാതിരുന്നാലും എന്താണ് ഇതിന്ന് മനസ്സിലാകുന്നത്? പരസ്പരം ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകൾ ഒന്നായിട്ട് റെസ്പെക്ട് ചെയ്ത് യോജിച്ച് അത് പ്രവർത്തിക്കുന്നത് പോലെ ഒരു ഫാമിലി ഏറ്റവും അനുഗ്രഹമായി നിൽക്കണമെങ്കിൽ മ്യൂച്വൽ റെസ്പെക്റ്റും സ്നേഹവും അവിടെ ഉണ്ടായിരിക്കണം. ഭർത്താവിനെ ഭാര്യയെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അത് വേദപുസ്തകത്തിന്റെ പ്രത്യേക കൽപ്പനയാണ്. അപ്പോൾ തന്നെ പുതിയ നിയമത്തിൽ പുരുഷനുമില്ല സ്ത്രീയുമില്ല, ദൈവം മുൻപാകെ ആത്മീകം എന്ന് വന്നു കഴിയുമ്പോൾ, സ്പിരിച്വാലിറ്റി എന്ന് വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം ദൈവത്തിന്റെ മുമ്പ് തുല്യരാണ്. അതുകൊണ്ട് ആ രക്ഷയുടെ പദവിക്ക് എൻ്റെ ഭാര്യയും കൂട്ടാളിയെന്ന് ഓർത്തേച്ച് പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കുവാനും വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ കഴിയണം. വീക്ക്നെസ്സുകൾ നോക്കാതെ, കുറച്ചലുകൾ നോക്കാതെ, പരാജയങ്ങൾ നോക്കാതെ ഒന്നിനൊന്ന് ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകണം എന്നുള്ളത്. നമ്പർ 3, മൂന്നാമത്തെ ഡെഫിനിഷൻ, ഫാമിലി ഈസ് എ ഹെവൻ ഓൺ എർത്ത് ബിൽറ്റ് ബൈ ഗോഡ്. 127-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കും. അപ്പോ ദൈവം പണിയുന്ന ഭൂമിയിലെ സ്വർഗം, അതാണ് ഫാമിലി. ഫാമിലിയെ പോലെ ദൈവം ഭൂമിയിൽ മനോഹരമായി കാണുന്ന മറ്റ് യാതൊന്നും ഇല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഭൂമിയിൽ കുടുംബങ്ങൾ സ്വർഗമാകണം എന്നത് ദൈവത്തിന്റെ തിരുഹൃദയ ഇഷ്ടമാണ്. ഇന്ന് അനേക കുടുംബങ്ങൾ ഭൂമിയിൽ സ്വർഗമാകുന്നതിന് പകരം വളരെ വേദനയും
കഷ്ടവും പ്രതിസന്ധിയും ഒക്കെ ഉള്ള കുടുംബങ്ങളായി നമ്മൾ കാണും. പ്രത്യേകിച്ചും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ഈയിടെയായിട്ട് നമ്മൾ കേട്ടുവരുന്ന കേൾവികൾ അത്ര സുഖമായതല്ല. ഇന്ത്യയുടെ പല ഭാഗത്തും അത് തന്നെ, വിദേശ രാജ്യങ്ങളും അത് തന്നെ. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് യമനിൽ ഉള്ള ഒരു ന്യൂസ് ഞാൻ വായിച്ചു. 110 കഷ്ണമായി സ്വന്തം ഭർത്താവിനെ വെട്ടിമുറിച്ചൊരു ഭാര്യ BMW കാറിൽ ഡിക്കിയിൽ വെച്ച് സഞ്ചരിക്കുമ്പോൾ പിടികൂടി സ്വന്തം ഭർത്താവിനെയാണ്. ഇതുപോലെ തകർന്നടിയുന്ന കുടുംബങ്ങൾ, സ്വസ്ഥതയില്ലാത്ത ഭവനങ്ങൾ, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, ഡിവോഴ്സുകൾ. കാരണം ദൈവം പണിയാത്ത കുടുംബങ്ങളാണ്. ഭൂമിയിൽ നമ്മുടെ കുടുംബങ്ങൾ ദൈവത്താൽ പണിയപ്പെടാൻ നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് പണിയാൻ കഴിയുള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന രക്ഷ സംബന്ധിച്ച് പോലും കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്നാണ്. തള്ളിക്കയറി ആരെയും തിരുത്താനും പണിയാനും നമ്മുടെ ദൈവം തയ്യാറല്ല. വഴങ്ങിക്കൊടുക്കുന്നവരെയാണ് ദൈവം പണിയുന്നത്. നീ എന്റെ ഫാമിലിയെ പണിയണമേ എന്ന് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറാകണം. ഭാര്യ ഭർത്താവ് ഈ സത്യം തിരിച്ചറിയാൻ. തമ്മിൽ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ചിലർ പറയും ആ ഫാമിലി മെച്യൂർഡ് ഫാമിലിയാണ്, both of them very educated, so they live very nicely. അല്ലെ, തമ്മിൽ അവർ വിദ്യാഭ്യാസം കൊള്ളതുകൊണ്ട് അവർ വളരെ വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നെന്ന് നമ്മൾ പറഞ്ഞ് എന്താ പറയാ, ആ വാക്കുകൾ തീരുന്നതിന് മുന്നേ അടുത്ത ന്യൂസ് ഇന്ന കുടുംബം ഡിവോഴ്സിലേക്ക് പോകും. എന്താ കാരണം? വിദ്യാഭ്യാസങ്ങൾ കൊണ്ടോ അറിവുകൾ കൊണ്ടോ ലഭിച്ച നോളജ് കൊണ്ടോ കുടുംബങ്ങൾ ഭൂമിയിൽ പണിയപ്പെടുന്നില്ല. കേരളം എന്നല്ല, ലോകം മുഴുവനുമുള്ള ക്രൈസ്തവ സമൂഹത്തിന് വളരെ സാക്ഷ്യം വഹിച്ച ഒരു ഫാമിലി കേരളത്തിലുണ്ടായിരുന്നു. പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യൂട്യൂബ് തുറന്നാൽ അവരുടെ കൗൺസിലിംഗ്, അവരുടെ ഉപദേശങ്ങൾ, അവരുടെ ക്ലാസ്സുകൾ ഞാനും കുറെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്ന ആളാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ. പക്ഷെങ്കിൽ ഇന്ന് ക്ലാസ്സുകൾ എടുത്ത, കൗൺസിൽ ചെയ്ത അവരുടെ ഫാമിലി തന്നെ 2 പീസായി തകർക്കപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത് അറിവിന് അവർ പ്രാധാന്യം കൊടുത്തു, ആത്മാവിന് പ്രാധാന്യം കൊടുത്തില്ല. ബുദ്ധി കൊണ്ട് അവർ പണിയാൻ നോക്കി. മണലുകൊണ്ട് പണിതവനെ പോലെ ഇന്ന് അനേകരുടെ ഫാമിലി അങ്ങനെയാണ്. മണലുകൊണ്ട് പണിയപ്പെട്ട വീട്. എന്നാൽ പാറയായ ക്രിസ്തുവിൽ നമ്മുടെ ഭവനം പണിയപ്പെട്ടാൽ ഉരുക്കുപോലെ ഒരു കാലത്തും മൂക്കിലെ ശ്വാസം നിലയ്ക്കും വരെ ഒരു സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളത് 2 പക്ഷമില്ല. ആ ഒരു ആഗ്രഹം ഓരോ ക്രിസ്തീയ കുടുംബങ്ങൾക്കും ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യം. പൊട്ടനെ പോലെ യേശുവിൽ വിശ്വസിച്ച കുറെ ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇന്നേ വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെയുള്ളവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ക്ലാഷ് വന്നതായിട്ടോ ഡിവോഴ്സിലേക്ക് പോയതായിട്ടോ? ഇന്നേ വരെ നമ്മൾ കേട്ടിട്ടില്ല. അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, കഴിവുകളൊന്നുമില്ല. ഒരു പൊട്ടനെ പോലെ എന്ത് പറഞ്ഞാലും ഹല്ലേലൂയ പറയും, എന്ത് പറഞ്ഞാലും സ്തോത്രം പറയും, കൈയടിക്കും, അന്യഭാഷ പറയും. അവരുടെ ആശ്രയം മുഴുവനും ദൈവത്തിലാണ്. അവരുടെ ഫാമിലിയിലുള്ള സന്തോഷം ഇന്ന് ഉയർന്ന നിലവാരത്തിലുള്ള പല വീടുകളുടെ അകത്തുകയില്ല. അവർക്ക് കുടിക്കാൻ കഞ്ഞിയില്ല, പക്ഷെങ്കിൽ അവർക്ക് സമാധാനമുണ്ട്. എന്നാൽ ഇന്ന് നമ്മളിൽ പലർക്കും ധാരാളം കഞ്ഞിയുണ്ട്, പക്ഷെ കുടിക്കാൻ മനസമാധാനമില്ല. ഇതാണ് ഇന്നത്തെ ലോകത്ത് നമ്മൾ കണ്ടുവരുന്നതായ ഒരു സത്യം. അതുകൊണ്ട് എന്താ സംഭവിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മുടെ കുടുംബങ്ങളെ പണിയണം. അതിനുവേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഒരു ഭക്തനായ മനുഷ്യൻ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹം സ്വർഗത്തിലേക്ക് പോവുകയാണ്. സ്വപ്നത്തിലാണ്. അപ്പൊ ഒരു ദൈവദൂതൻ കരത്തെ പിടിച്ച് അദ്ദേഹത്തെ സ്വർഗത്തിന്റെ തെരുവീതികളെല്ലാം കാണിച്ചു കൊടുത്തു. വളരെ സന്തോഷമായിരുന്നു. പെട്ടെന്ന് പൂന്തോട്ടങ്ങളുടെ നടുവിൽ ഫ്ലവേഴ്സ്, വളരെ മനോഹരമായി തളർത്തു നിൽക്കുന്ന ഇലകളും പൂക്കളുമുള്ള ചെടികളുടെ നടുവിൽ വളരെ മനോഹരമായ ഒരു കൊച്ചു ഭവനം കണ്ടു. ഉടനെ ഈ ദൂതനോട് ചോദിച്ചു,
സാർ, ഈ ഭവനം ആരുടേതാണ്? ആരാണ് പണിയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇത് ദൈവം പണിയുന്ന ഭവനമാണ്. നിന്നെ പോലുള്ള ഒരു സാധാരണക്കാരനായ ഭൂമിയിലെ ഒരു കൊച്ചു മനുഷ്യന് വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു. കണ്ട സന്തോഷത്തോടെ അദ്ദേഹം നിൽക്കുമ്പോൾ ദൈവദൂതൻ അവനെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടു. ഇടിഞ്ഞ് തകർന്നു കിടക്കുന്ന ഒരു ഭവനം, ശാപം പിടിച്ച, ചുമരുകളൊന്നുമില്ലാത്ത, ഇരുണ്ട, വെളിച്ചം നഷ്ടപ്പെട്ടു പോയ, ബൾബുകൾ ഉണ്ടെങ്കിലും കത്താത്ത, ചുമരുകളെല്ലാം പിളർന്ന് ഒരു ശാപം പിടിച്ച ഒരു ചെറിയ വീടും ആ ചുറ്റുപാടും കാണിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത്രയും മോശമായ ഒരു വീട്, മനോഹരമായ ഒരു വീട്ടിന്റെ സമീപേ ആരാണിത് പണിയുന്നത്? ഇതും ദൈവം പണിയുന്ന വീടാണെന്ന് ചോദിച്ചു. ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചു. അപ്പൊ ദൈവദൂതൻ പറഞ്ഞു, ഇതും തന്നെ പോലുള്ള സാധാരണനായ ഒരു മനുഷ്യന്റെ വീടാണ്. ദൈവം പണിയാൻ ആഗ്രഹിച്ച വീട്. അപ്പോൾ ചോദിച്ചു, എന്താണ് പറയുന്നത്? അപ്പോ ദൈവദൂതൻ പറഞ്ഞു, ഇത് രണ്ടും ഭൂമിയിലെ രണ്ട് വ്യക്തികളുടെ വീടാണ്. ഒരു വീട്ടിലെ ആളുകൾ ദൈവം പണിയാൻ അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അവരെ തന്നെ സമർപ്പിച്ചു. അവർ ദൈവത്തെ മുന്നിൽ നടത്തി. അവരുടെ ഭവനം പൂന്തോട്ടം പോലെയായി. അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു. അവർക്ക് നല്ലൊരു അഡ്രസ് ഭൂമിയിലുണ്ടായി. എന്നാൽ തകർന്നടിഞ്ഞ ഈ കുടുംബമോ വ്യക്തികൾ പണിയാൻ ശ്രമിച്ചതാണ്. ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ, ദൈവത്തെ അന്വേഷിക്കാതെ, അവരവരുടെ ശക്തിയും കഴിവും കൊണ്ട് ജീവിക്കാമെന്ന് ആഗ്രഹിച്ച ഈ കുടുംബങ്ങളെല്ലാം തകർന്നുപോയി. അതാണ് ഈ തകർച്ചയുടെ കാരണം. ഇത് നരകതുല്യമായെന്ന് പറഞ്ഞു. എന്താണ് നമുക്ക് ഇതിന് മനസ്സിലാകുന്നത്? നമ്മുടെ വീടുകൾ യേശുവിൻ നാമത്തിൽ നമ്മൾ ഇങ്ങനെ പറയണം, സ്വർഗം പോലെ മാറണം. ഒറ്റ ഭവനത്തിന്റെ ഉള്ളറകളിലും പിശാചിന് നമ്മൾ സ്ഥാനം കൊടുക്കുകയും ചെയ്യരുത്. കേരളത്തിനകത്താണെങ്കിൽ ആളുകൾക്ക് ഒരു ചിന്തയുണ്ട്, ആരോ കൂടോത്രം വെച്ചു, അല്ലെങ്കിൽ പിന്നെ ജാതകം ശരിയായില്ല, പൊരുത്തം ശരിയായില്ല. ഇതൊന്നുമല്ല. ദൈവം നമുക്ക് നൽകിയത് ബെസ്റ്റ് ആയാണ് നൽകിയിരിക്കുന്നത്. യുവർ ഹസ്ബൻഡ് ഈസ് ദ ബെസ്റ്റ് ഹസ്ബൻഡ്, യുവർ വൈഫ് ഈസ് ദ ബെസ്റ്റ് വൈഫ്. നിങ്ങളുടെ വീട്ടിൽ ജനിച്ച മക്കൾ ബെസ്റ്റ് മക്കളാണ്. അത് ആ ഒരു നിലയിലായിത്തീരാൻ ദൈവത്തിന്റെ പണിക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാത്തതാണ് പലപ്പോഴും ഇങ്ങനെയൊരു കുടുംബമായി പോയല്ലോ എന്ന് പലരും വേദനയുടെ നടുവിൽ ചിന്തിക്കാൻ കാരണം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന ഇത് തന്നെയായിരിക്കണം, എന്റെ ഭവനം ദൈവത്താൽ പണിയപ്പെടണം. ദൈവം പണിയുന്ന വീട്ടിലെ 3 കൂട്ടരെ പരിചയപ്പെടുത്താൻ പോയ ദൈവം പണിയുന്ന വീട്ടിലെ 3 കൂട്ടർ. അതിൽ ഒന്ന്, ദൈവം പണിയുന്ന വീട്ടിലെ ഒന്നാമത്തെ കൂട്ടരാണ് ഹസ്ബൻഡ്സ്, ഭർത്താക്കന്മാർ, അല്ലെ, കുടുംബനാഥൻ എന്നൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ആയിട്ട് പറയും. വീട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. ദ പില്ലർ ഓഫ് സെക്യൂരിറ്റി ആൻഡ് സാക്രിഫിഷ്യൽ ലവ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വത്തിന്റെയും സമ്പൂർണമായ സ്നേഹത്തിന്റെയും തൂണാണ് ഹസ്ബൻഡ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയാം, സുരക്ഷിതത്വത്തിന്റെയും ത്യാഗപൂർണമായ സ്നേഹത്തിന്റെയും തൂൺ, അതാണ് ഹസ്ബൻഡ് എന്ന് പറയുന്നത്, അല്ലെ? ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ആ ഭവനത്തിന്റെ പ്രധാനപ്പെട്ട തൂണാണ്. ഒരു കെട്ടിടത്തിന്റെ തൂണ് സ്ട്രോങ് എങ്കിൽ ആ കെട്ടിടത്തിന് നല്ലൊരു ഭാവിയുണ്ട്, നല്ലൊരു ഫ്യൂച്ചർ. അതിനകത്ത് ധൈര്യത്തോടെ താമസിക്കാൻ കഴിയും. അതിനകത്ത് നമുക്ക് പലതും ചെയ്തെടുക്കാൻ കഴിയും. തൂണ് ശരിയില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആ വീട്ടിനകത്ത് പാർക്കാനുള്ള മനസ്സമാധാനം ലഭിക്കില്ല. ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പുള്ള ഒരു തൂണാണ്. ആ വീട്ടിലുള്ള വൈഫിനും മക്കൾക്കും സുരക്ഷിതത്വം, പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഈ ഭർത്താവാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും ഭാര്യയ്ക്കും മക്കൾക്കും ഒരു ഭീഷണിയാകാൻ പാടില്ല, ഒരു പേടിത്തൊണ്ടനാകാൻ പാടില്ല.
എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു വാക്ക് പറയാൻ പാടില്ല. കഴിയാത്തതും ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമെന്ന് പറയണം. ഭയമുള്ളവ അഭിമുഖീകരിക്കാൻ പറ്റില്ല എങ്കിലും പറയണം എന്നെ കൊണ്ട് പറ്റുമെന്ന് പറയണം. വാഹനം ഓട്ടിക്കുന്ന ഒരു ഡ്രൈവർ പെട്ടെന്ന് ഒരു കുത്തിറക്കത്തി വാഹനം പോകുമ്പോ വണ്ടിയുടെ ബ്രേക്ക് പോയി. 10-50 പേര് ആ ബസ്സിൽ യാത്ര ചെയ്യും. ഒരു നല്ല ഡ്രൈവറിന്റെ പ്രത്യേകത എന്തായിരിക്കും? അദ്ദേഹം വിളിച്ചു പറയുമോ, അയ്യോ ബ്രേക്ക് പോയേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലേ? അല്ലെ? ഒരിക്കലും അദ്ദേഹം പറയില്ല. അദ്ദേഹം പറഞ്ഞാൽ ഇങ്ങനെ പറയുള്ളൂ, ബ്രേക്ക് പോയിട്ടുണ്ട്, പേടിക്കണ്ട, വാഹനം എന്റെ കയ്യിലാണ്, സ്റ്റിയറിംഗ് എന്റെ കയ്യിലാണ്, അത് ഒരു ദോഷവും സംഭവിക്കാതെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് അതിനെ ചവിട്ടി നിർത്തും, ഇടിച്ചെങ്കിലും നിർത്തും. ഇത് കേൾക്കുമ്പോഴാണ് ആളുകൾക്ക് ധൈര്യം കിട്ടുന്നത്. ഇതുപോലാകണം ഒരു ഹസ്ബൻഡ്. ഒരു വീട്ടിനകത്ത് ഉറപ്പുള്ളവനാകണം, ചങ്കൂറ്റമുള്ളവനാകണം, ആ കുടുംബത്തെ ആത്മീകത്തിൽ പണിയാൻ പറ്റുന്നവനാകണം, വിശ്വാസത്തിൽ മക്കളെ നന്നായിട്ട് ഭരിക്കാൻ പറ്റുന്നവനാണ്, ഭാര്യയെ ഒരു ഉത്തമ വിശ്വാസത്തിലേക്ക് നടത്താൻ പ്രാപ്തിയുള്ള വ്യക്തിയായി മാറണം. ഇല്ലാതെ ഭർത്താക്കന്മാർ കുഴഞ്ഞുപോയവരെ പോലെ വെള്ളത്തിലുമല്ല വള്ളത്തിലുമല്ല എന്ന പരുവത്തിലായാൽ ആ ഫാമിലി ഒരിക്കലും സ്ഥിരതയോട് മുന്നോട്ട് പോകില്ല. വെദർ ഇറ്റ് ഈസ് ഫിനാൻഷ്യലി ഓർ സ്പിരിച്വലി, ഇനി ഏത് മേഖലയിലാകട്ടെ, ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ അദ്ദേഹം തൂണായി നിൽക്കണം. നോ ഈഗോ, നോ കംഫോർട്ട് സോൺ. അല്ലെ? ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഒരു ഈഗോയും ഉണ്ടാകാൻ പാടില്ല. വീട്ടിനകത്ത് ആർക്കൊക്കെ ജയമുണ്ടായാലും അത് ഭർത്താവിന്റെ വിജയമാണ്. മക്കൾക്കുണ്ടാകുന്ന അച്ചീവ്മെന്റ് ആ വീട്ടിലെ അപ്പന്റെ അച്ചീവ്മെന്റാണ്. ഭാര്യയിലൂടെ ചെയ്യപ്പെടുന്ന എല്ലാ അച്ചീവ്മെന്റ്സുകളും അത് ഭർത്താവിനാണ്. സദൃശവാക്യം 31 നമ്മൾ വായിക്കുന്നത്, തെരുവിൽ ഇരിക്കുമ്പോൾ, ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ഭാര്യ നിമിത്തം അവൻ പ്രശംസിക്കപ്പെടും. നല്ല ഭാര്യ നിമിത്തം ഭർത്താവാണ് പ്രശംസിക്കപ്പെടുന്നത്. ആ പുകഴ്ച ഭർത്താവിനാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഹസ്ബൻഡ് ഒരു ഈഗോയും ഇല്ലാത്ത ആളായിരിക്കണം. ചില സമയങ്ങളിൽ നമ്മുടെ ലെവലിൽ നിന്നും താഴെ ഇറങ്ങേണ്ടി വരും. താഴെ ഇറങ്ങണം മക്കൾക്ക് സപ്പോർട്ടായിട്ട്. ഒരു IPS ഉദ്യോഗസ്ഥൻ പഠിക്കുന്ന തന്റെ കുഞ്ഞിന്റെ ഡ്രോയിങ് ബുക്കിൽ പടം വരയുന്ന ഒരു കാഴ്ച കണ്ടു. ആ കൊച്ചിനോടൊപ്പം ഇരുന്ന്, ആ കൊച്ച് തറയിലിരുന്നാണ് വരയ്ക്കുന്നത്. മേശയൊക്കെ ഉണ്ടെങ്കിൽ അവന് സുഖം തറയിലിരുന്ന് വരയ്ക്കുന്നതാ പുസ്തകത്തിൽ. വലിയ ഉദ്യോഗസ്ഥനാ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികളിൽ ഒരു ജോലി ചെയ്യുന്ന ആളാ. പക്ഷെങ്കിൽ ആ മകനോടൊപ്പം തറയിലിരുന്ന് അദ്ദേഹം പുസ്തകത്തിൽ വരയ്ക്കുന്നത് കണ്ടപ്പോൾ എന്താണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്? അതാണ് നോ ഈഗോ. അല്ലേ? മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി എന്തുമായി തീരാനുള്ള ഒരു സമർപ്പണം ആ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട്. അതാണ് വിജയത്തിന്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്. എന്റെ ശമ്പളം, എന്റെ ജോലി, എന്റെ പ്രസ്റ്റേജ്, എന്റെ ഫാമിലി എന്ന തലക്കനം ഒരു പുരുഷന്റെ തലയിൽ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തു അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ തലക്കനം മാറുകയാണ്. ആ മനോഭാവം മാറ്റിയെടുക്കുകയാണ്. ക്രിസ്തു നിമിത്തം പൗലോസ് പറയുന്നത് പോലെ ഞാൻ ചവറും, അല്ലെ, ഞാനൊരു ബോഷനെ പോലെ ആകാൻ ഞാൻ തയ്യാറെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടൊരു ഭർത്താവ്, ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം, ഹിസ് ഓൺലി ഗോൾ ഈസ് ടു ലിഫ്റ്റ് അപ്പ് വൈഫ് ആൻഡ് ചിൽഡ്രൻ. ഭാര്യയും മക്കളെയും ഉയരങ്ങളിൽ എത്തിക്കണം. അവരെ ചെറിഷ് ചെയ്യണം, അവരെ നറിഷ് ചെയ്യണം, അവരെ പ്രൊട്ടക്ട് ചെയ്യണം. മക്കൾ പറയണം, മൈ ഡാഡി ഈസ് മൈ ഹോം. മനസ്സിലായോ? കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? നാം നടന്നു പോകുമ്പോൾ കൊച്ചിന്റെ കയ്യിൽ അപ്പൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ നായ വന്നാൽ ആ കൊച്ചു പേടിക്കില്ല.
വലിയ വാഹനം നേരെ വന്നാൽ പേടിക്കില്ല. ഡേഞ്ചറാണ്. എങ്കിലും കൊച്ചിനറിയാം, മൈ ഡാഡി ഈസ് ഹോൾഡിംഗ് മൈ ഹാൻഡ്. എന്റെ പപ്പ എന്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്. എന്താണ് കൊച്ചുങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ്? മൈ ഹസ്ബൻഡ് ഈസ് വിത്ത് മീ. അല്ലേ, മമ്മിയോ ഡാഡിയോ കൂടപ്പറപ്പുകളോ ആര് കൂടെ ഇല്ലേലും എന്റെ ഭർത്താവ് കൂടെ ഉണ്ടെന്ന് ഒരു ഭാര്യയ്ക്ക് കിട്ടുന്ന ഒരു ധൈര്യം, അത് വലുതാണ്. അത് കാത്തു സൂക്ഷിക്കാൻ ഒരു ഭർത്താവിന് കഴിയണം. അതിനുള്ള കൃപ ദൈവത്തിൽ നിന്നും പ്രാപിക്കണം. നമ്പർ 2, ദൈവം പണിയുന്ന വീട്ടിലെ ഒന്നാമത്തെ ആള് ആ വീട്ടിലെ കുടുംബനാഥൻ ഭർത്താവാണ്. ദൈവം അദ്ദേഹത്തെ ഒരു തൂണായി നിർത്തിയിരിക്കുന്നു. നമ്പർ 2, വൈഫാണ്. ദ ഹാർട്ട് ഓഫ് ദ ഹോം ആൻഡ് വൈസ് ബിൽഡറാണ് വൈഫ് എന്ന് പറഞ്ഞ കുടുംബത്തിന്റെ ഹൃദയവും ജ്ഞാനിയായ ശില്പിയുമാണ് ഒരു ഭാര്യ എന്ന് പറയുന്നത്. ഭർത്താവ് തൂണാണെങ്കിലും ആ തൂണിന്മേൽ ഈ ഭവനം പണിയുന്നത് ആരെന്ന് ചോദിച്ചാൽ ഭാര്യയാണ്, വൈഫാണ്. ഒരിക്കലും ഞാൻ മലയാളത്തിൽ പറയാം. നമ്പർ 2, കുടുംബത്തിന്റെ ഹൃദയവും ജ്ഞാനിയായ ശില്പിയും. ഇംഗ്ലീഷില് ദ ഹാർട്ട് ഓഫ് ദ ഹോം ആൻഡ് വൈസ് ബിൽഡർ, അതാണ് വൈഫ്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയെ വെച്ചാണ് ദൈവം ഒരു വീടിനെ പണിയുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഭാര്യയെ കിട്ടി അവനെന്ത് കിട്ടി? നന്മ കിട്ടി. ഒരു പുരുഷന് ഭാര്യയെ കിട്ടിയെങ്കിൽ അവന് നന്മ കിട്ടി. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. നല്ല ഭാര്യ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയാണ്. ലോകത്തിൽ വിജയിച്ച ഏതൊരു വ്യക്തിയുടെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒന്നേ അത് പ്രാർത്ഥിക്കുന്ന സ്ത്രീ, ഇല്ലെങ്കിൽ ഏതൊക്കെയോ നിലയിൽ ഭർത്താവിനെ ബാക്കിൽ നിന്ന് ഹെൽപ്പ് ചെയ്തതായ ഒരു സ്ത്രീയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ്. ദൈവം നൽകിയ തുണ ഭാര്യ, അതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നയാള് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോ ഒരു ഭവനത്തിന്റെ ഹാർട്ട്, ഹൃദയം, അല്ലെ, ഹൃദയം എഞ്ചിന് പോലെയാണ്. ഹൃദയത്തിന് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഹൃദയം കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ എല്ലാം കംപ്ലൈന്റ് ആണ്. ബിക്കോസ് ഷീ ഈസ് ദ ഹാർട്ട് ബീറ്റ്, അല്ലെ, ഹൃദയ ഇടിപ്പെന്ന് പറയാം. ഫാമിലിയുടെ ഹാർട്ട് ബീറ്റ് ആണ് ഭാര്യ. അതുകൊണ്ട് ഭൗതികമായ കുടുംബത്തെ പണിയാൻ ദൈവം ഉപയോഗിക്കുന്ന ഈ ഭാര്യയെ നമ്മുടെ വീട് പണിയാൻ നമ്മൾ അനുവദിക്കണം. ഭാര്യയെ അവരുടെ ഹൃദയം വൈകാരികമായ തണലായിരിക്കണം. ഒരു ഭാര്യയുടെ ഹൃദയം ഭവനത്തിന് വൈകാരികമായ ഒരു തണലായിരിക്കണം. എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയം ഒരിക്കലും അസ്വസ്ഥമാകാൻ വിടരുത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ദൈവം തുണയായി നൽകിയ ഭാര്യയുടെ ഹൃദയം അസ്വസ്ഥമാകാൻ അനുവദിക്കരുത്, ചഞ്ചലപ്പെടാൻ അനുവദിക്കരുത്. ഇഫ് ദ വൈഫ് ഈസ് നോട്ട് ഹാപ്പി ഇൻ ദ ഹോം, there will be no happy in anybody's heart. മനസ്സിലായോ? ഒരു ഭാര്യയുടെ ഹൃദയത്തില് യഥാർത്ഥ സന്തോഷം വന്നാൽ മാത്രമേ ആ വീട്ടിലുള്ള എല്ലാവരുടെയും ഹൃദയത്തിൽ സന്തോഷം വരും. പ്രാക്ടിക്കലായി നോക്കൂ. ഏതെങ്കിലും വീട്ടിലെ ഒരു സഹോദരി ഭർത്താവിനോട് പിണങ്ങിയിരുന്നിരിക്കട്ടെ, ആ വീട്ടിലെ അവസ്ഥ ഒന്ന് ചിന്തിക്കണം, അല്ലെ? ആ വീട്ടിലെ മക്കൾക്ക് സന്തോഷിക്കാൻ അവസരം ഉണ്ടാകില്ല. ഈ സഹോദരിയുടെ മൂഡ് മാറുന്നത് വരെ, പിണക്കം മാറുന്നത് വരെ ആ വീട് ഒരു നരകം പോലെ ആയിരിക്കും. നരകമല്ല, നരകം പോലെ ആയിരിക്കും. ഒന്നേ തമ്മിൽ മിണ്ടാട്ടമില്ലാത്തൊരു ഫാമിലി, ഇല്ലെങ്കിൽ അലയ്ക്കുന്ന ഒരു ഫാമിലി. ഒരു സ്വസ്ഥതയും ആ വീട്ടിനകത്തുണ്ടാകില്ല. സോ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തന്റെ വൈഫിനെ വീട്ടിനകത്ത് സമാധാനത്തോട് സ്വസ്ഥതയോട് കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കണം. അവരെ ടോർച്ചർ ചെയ്യാൻ പാടില്ല, അവരെ ടെൻഷൻ പിടിപ്പിക്കാൻ പാടില്ല.
മിക്കവാറും ഇന്നത്തെ സഹോദരിമാരെല്ലാം ട്രിപ്പിൾ വർക്ക് ചെയ്യുന്നവരാണ്. ട്രിപ്പിൾ വർക്ക്. ഒന്ന്, അവർ പുറത്തുപോയി ജോലി ചെയ്യുന്നു. 2, വീട്ടിലെ കുക്കിംഗ് മുഴുവനും ചെയ്യും. 3, മക്കളെയും ഭർത്താവിനെയും ശ്രദ്ധിക്കുന്നു. 3 വിധ ജോലികളാണ്. പുരുഷന്മാർ മിക്കവാറും ആളുകൾ ഒറ്റ ജോലിയാണ് ചെയ്യുന്നത്. ഓൺലി വൺ വർക്ക്, അല്ലെ? പുറത്തുപോയി വർക്ക് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, വിശ്രമിക്കുന്നു, അല്ലെങ്കിൽ മൊബൈൽ നോക്കുന്നു, ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. ബട്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെയാണ്. അവർ പുറത്തുപോയി ഭർത്താവ് ചെയ്യുന്ന അതേ ജോലിയായിരിക്കും ചിലപ്പോൾ. നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈസ് ബോത്ത് ആർ ടീച്ചേഴ്സ് ഇൻ എ സെയിം സ്കൂൾ. ഒരേ സ്കൂളിൽ ഭാര്യയും ഭർത്താവ് പഠിപ്പിക്കുക. ഭാര്യ ഈ ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് വീട്ടിലുള്ള മുഴുവൻ കുക്കിംഗ് ചെയ്യുന്നു, തുണിയെല്ലാം വാഷ് ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നു. ബേബി സിറ്റിങ്ങിന് വേറെ അവിടെ ക്രമീകരണമില്ല. അപ്പൊ 3 കൂട്ടം ജോലികൾ ചെയ്യും. മിക്കവാറും ഭവനങ്ങളിൽ പുരുഷന്മാർ ചെയ്യുന്ന ജോലി പുറത്ത് കാഠിന്യമായ ജോലി. ചില സ്ത്രീകൾ പുറത്ത് പണി ചെയ്യാറില്ല, വീട്ടിലായിരിക്കാം. എങ്കിലും മിക്കവാറും വീട്ടിൽ 14 to 15 മണിക്കൂർ വരെ പല സ്ത്രീകളും ജോലി ചെയ്യുന്നവർ. കൊച്ചു കൊച്ചു ജോലികളായാലും അവരുടെ ജോലി തീരുന്നില്ല. പുരുഷന്മാർ 7 മണിക്കൂറോ 8 മണിക്കൂറോ ജോലി ചെയ്യുന്നുള്ളൂ. ബാക്കി സമയം അവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയുന്നത്, ഇത് നിമിത്തം സൈക്കോളജിക്കലി മാനസികമായിട്ടുള്ള ഒത്തിരി ടെൻഷൻസ് സ്ത്രീകൾക്കുണ്ട്. ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ അവർക്കുണ്ട്. ഭൗതികമായ സൃഷ്ടിയിലെ തന്നെ അവർക്ക് ശരീരത്തിലുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. ഇത് പരിഗണിക്കാനും മനസ്സിലാക്കാനും അവരുടെ കഷ്ടതകളിൽ തുണ നിൽക്കാനും ഒരു ഹസ്ബൻഡിന് കഴിയുമ്പോഴാണ് ഒരു ഭാര്യയ്ക്ക് വീട്ടിനകത്ത് സ്വസ്ഥമായിരിക്കാൻ കഴിയുന്നത്. ആ സ്വസ്ഥമായിരിക്കുന്ന ഭാര്യയെ സ്നേഹത്തോട് ഭർത്താവിനോട് സംസാരിക്കും. ആ സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു ഭാര്യയെ കുഞ്ഞുങ്ങളെ വേണ്ടതുപോലെ ശ്രദ്ധിക്കുകയും പഠിപ്പിക്കുകയും ആ വീടിനെ ഭംഗിയാക്കുകയും ചെയ്യുള്ളൂ. ഇതെല്ലാം ഉണ്ടെങ്കിലേ ആ വീട്ടിനകത്ത് സന്തോഷം വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാർട്ട് എത്ര ഇമ്പോർട്ടന്റ് ആയി നമ്മുടെ ശരീരത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നു, അല്ലെ? ഇടയ്ക്കിടയ്ക്ക് പലരും പോയി ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കും, അല്ലെ? LDL ആണോ കൂടുതൽ, HDL ആണോ കൂടുതൽ, ഇനി ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലാണോ, ഹാർട്ടിനകത്ത് എങ്ങാനും കൊഴുപ്പ് കയറിയിരിപ്പുണ്ടോ? ECG ഇടയ്ക്ക് എടുക്കുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് എൻ എൻജിൻ. ഇതുപോലെ ദൈവം നമ്മുടെ കുടുംബം എന്ന വാഹനത്തെ ഓടിക്കാൻ സ്റ്റിയറിംഗ് ഒരു ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിരിക്കുമ്പോൾ ആ വാഹനത്തിന്റെ എൻജിൻ ആ വീട്ടിലെ സഹോദരി തന്നെയാണ്. അവരുടെ അധ്വാനം, അവരുടെ സമർപ്പണം, അവരുടെ പ്രാർത്ഥന, അതാണ് ആ കുടുംബത്തെ പണിയുന്നത്. അവരുടെ മാതൃകാ ജീവിതം, അതാണ് കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് സമാധാനമായി ജീവിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. ഇനി ഒരു ഹാർട്ടായി പ്രവർത്തിക്കേണ്ട ഒരു സഹോദരി, അതാണ് ഭാര്യ എന്ന് ഒരു സഹോദരി സ്വയം ചിന്തിക്കണം. ഭർത്താവിനെക്കാളും ഏറ്റവും കൂടുതൽ എന്റെ ഭവനം പണിയപ്പെടാനുള്ള ഉത്തരവാദിത്വം എന്റെ കയ്യിലാണ് ദൈവം തന്നിരിക്കുന്നത് എന്ന ബോധം ഒരു വീട്ടിലെ സ്ത്രീക്കുണ്ടെങ്കിൽ ഉറപ്പായും ആ കുടുംബം അറിയപ്പെടുന്ന ഒരു കുടുംബമായി മാറും. ആ വീട്ടിനകത്തുള്ള തലമുറകൾ അവർ വിദ്യാഭ്യാസ മേഖലയിൽ അവർ പുഷ്ടിയുള്ളവരായി മാറും. കുടുംബ ജീവിതത്തിനകത്ത് ഒരു ഭാര്യയ്ക്ക് 3 വിധ സ്ഥാനങ്ങൾ. ഒന്ന് ഭൗതികമായ സ്ഥാനം. ഭൗതികമായ മേഖലയിൽ അവൾ പ്രവർത്തിക്കുന്നു, വർക്ക് ചെയ്യുന്നു, കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു. രണ്ടാമതായി എക്കണോമിക്കലി സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഒരു വീട്ടിനകത്ത് ഉണ്ടാക്കേണ്ടത് ഒരു സ്ത്രീയുടെ കടപ്പാടാണ്. വീൺ ചെലവുകൾ ഒഴിവാക്കി സമ്പാദിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന സമ്പത്തിനെ ഭർത്താവോ മക്കളോ ദൂർത്തടിക്കാതെ അതിനെ വർദ്ധിച്ച് വളർത്തുന്ന ഉത്തരവാദിത്വം. എന്നാൽ ഈ രണ്ടിലും ഏറ്റവും വലിയതെന്ന് പറയുന്നത്
സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു വീട്ടിനകത്ത് ഒരു സ്ത്രീയുടെ ആത്മീയത എങ്ങനെ ഇരിക്കുമോ അതനുസരിച്ചായിരിക്കും ആ കുടുംബത്തിന്റെ ഭാവി എന്ന് പറയുന്നത്. പണ്ട് കരഞ്ഞ കുറെ അമ്മച്ചിമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് കേരളത്തിൽ, അല്ലെ? ഇന്നറിയപ്പെടുന്ന പല ആളുകളും പല പാസ്റ്റർമാരും ആ വീടുകളിൽ ജനിച്ചവരായിരുന്നു. കഞ്ഞി അടുപ്പത്തിട്ടിട്ട് പായിട്ട് മുട്ടിന്മേലിരുന്ന് കരഞ്ഞ അമ്മച്ചിമാർ, മദ്യപിച്ച് വീട്ടിൽ വന്ന് തലക്കടിച്ച ഭർത്താവിനോട് തിരിച്ചു മിണ്ടാതെ അദ്ദേഹം ഉറങ്ങിക്കിടന്നപ്പോൾ തൊട്ടടുത്ത് നടുമുഴങ്കാലിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച അമ്മച്ചിമാർ. അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് ആ കുടുംബങ്ങളുടെ അധ്യായം മാറ്റിയെഴുതിയത്, അവരുടെ തലമുറകളെ ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത്. അവരാഹാരം പകുതി പിഴുങ്ങി അത് അടുക്കളയിൽ അടുപ്പത്തിരിക്കുമ്പോ തന്നെ ഇട്ടേച്ച് ആരാധനകൾ കൂടുമായിരുന്നു. കൂട്ടായ്മകൾ മുടക്കത്തില്ലായിരുന്നു. ഇന്ന് അനേക കുടുംബങ്ങളിലെ സ്പിരിച്വാലിറ്റി തകർന്നു പോകാൻ കാരണം സഹോദരിമാരുടെ ആത്മീക ഉദാസീനതയാണ്. അവർക്ക് ഭൗതികമായി പണം വന്നു, ജോലി വന്നു, നല്ല ഭർത്താവിനെ ലഭിച്ചു, ഐശ്വര്യമുള്ള മക്കളെ ലഭിച്ചു, ടോപ്പ് സ്കൂളിൽ അവർ പഠിക്കാൻ തുടങ്ങി, ഹെൽത്ത് ഇൻഷുറൻസ് ആയി, എല്ലാ നിലയിലും അവർ പ്രൊട്ടക്റ്റഡ് ആണെന്ന് മനസ്സിലായപ്പോ കുറേ സഹോദരിമാരെങ്കിലും എല്ലാവരുമല്ല ആത്മീയ കോളത്തിൽ അവർ അലസതരായി മാറി. അമ്മച്ചിമാർ കാണിച്ച നമുക്ക് മുന്നേ ഓടിയ പലരുടെയും ട്രാക്ക് കാൽച്ചുവടുകൾ ഇവർ വിട്ടുകളഞ്ഞു. കുടുംബ പ്രാർത്ഥനകൾ വീടുകളിൽ ഇല്ലാതെയായി. സഭാരാധനകൾക്ക് വീട്ടിലുള്ളവരെ ഒരുക്കി കൊണ്ടുപോകാതെയായി. ഒറ്റയ്ക്കിരുന്നുള്ള പ്രാർത്ഥനകൾ ഇല്ലാത്ത അവസ്ഥകളിലേക്ക് എത്തി. ഏതെങ്കിലും ഒരു ആത്മീയ കുടുംബം തകർന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒന്നാമത്തെ കാരണം ഇന്നേ വരെ കർത്താവ് ഉപയോഗിച്ചിട്ടുള്ള അഭിഷക്തന്മാർ പറഞ്ഞിട്ടുള്ളത് ആ വീട്ടിലെ സഹോദരിയാണ്. കാരണം വീടിനെ പണിയെന്നത് ഒരു സ്ത്രീയാണ്. എല്ലാ ആറ്റിന്റെ മേലും നോട്ടമുള്ള സഹോദരിയാണ്. അതുകൊണ്ട് വാത്സല്യ സഹോദരിമാർ എല്ലാവരോടായിട്ടും ഞാൻ പറയട്ടെ, അറിയപ്പെടുന്ന കുടുംബങ്ങൾക്ക് പേര് വരാൻ കാരണമായ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളുടെ കുടുംബത്തെ പണിയാൻ നിങ്ങൾക്കൊന്നാമത് വേണ്ടത് പ്രാർത്ഥനയാണ്. അമ്മ എന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് 2 മക്കളുണ്ടെങ്കിൽ 3 മക്കളുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു കൊച്ചിന് വേണ്ടി 15 മിനിറ്റെങ്കിലും ഒരു ദിവസം ഉറപ്പായും പ്രാർത്ഥിച്ചിരിക്കണം. അവൻ ഉയരങ്ങളിൽ എത്താൻ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, അവൻ യേശുവിന് വേണ്ടി നിൽക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം അവനെ ഉയരങ്ങളിൽ എത്തിച്ചോളും. 3 മക്കളുണ്ടെങ്കിൽ 3 പേർക്കും 15 മിനിറ്റ് ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളെല്ലാം പണിയെടുക്കുന്നവരാണ്. നാട്ടിലാണെങ്കിൽ ഒരു കൊച്ചിന് വേണ്ടി അരമണിക്കൂർ വെച്ച് പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ ഞങ്ങളുടെ ചർച്ചിലുണ്ട്. അതുകൊണ്ട് അവരുടെ തലമുറകൾ സ്കൂൾ ഫസ്റ്റ് എടുക്കുന്നു, ടാലന്റ് ടെസ്റ്റിൽ അവർ മുന്നിൽ വരുന്നു, പല റെക്കോർഡ്സുകൾ ഉള്ളവരായി തലമുറകൾ മാറുന്നു. അവരുടെ കഴിവല്ല, മുട്ടുമേലിരുന്ന് കരയുന്ന അമ്മമാരുടെ കരുത്താണ്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി കരയണം. വളർന്നിട്ടല്ല കരയേണ്ടത്, പ്രായമായ ശേഷം, അവർ തെറ്റിപ്പോയ ശേഷമല്ല, കുഞ്ഞായിരിക്കുമ്പോൾ, അവർ നല്ലവരായിരിക്കും. നിങ്ങൾ പറയുന്ന പോലെ കേട്ട് നടക്കുന്ന കാലത്ത് ഇപ്പോഴേ അവർക്ക് വേണ്ടി കരഞ്ഞാൽ അവർ വഴിതെറ്റാതെ ദൈവം അവരെ സൂക്ഷിക്കും. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. കുടുംബനാഥൻ അദ്ദേഹത്തിന് ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് ഒരു ഭാര്യ നിൽക്കാൻ, അദ്ദേഹം ആത്മീകത്തിൽ നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള കുടുംബങ്ങളാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവം പണിയുന്ന വീട്ടിലെ 3ാമത്തെ കൂട്ടർ ആ വീട്ടിലെ കുഞ്ഞുങ്ങളാണ്. 127 സങ്കീർത്തനം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മക്കൾ യഹോവ നൽകുന്ന ദാനം, ഉദരബലം ദൈവം നൽകുന്ന അവകാശം. ദൈവത്തിന്റെ അനുഗ്രഹവും ഭാവിയുടെ അസ്ത്രങ്ങളുമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ
ഹെറിറ്റേജ് ഓഫ് ഗോഡ് ആൻഡ് ഫ്യൂച്ചർ ആരോസ്. ദൈവം നമുക്ക് നൽകിയ തലമുറകളെ നിസ്സാരമായിട്ട് കാണരുത്. കുഞ്ഞുങ്ങൾ ഒരിക്കലും മാതാപിതാക്കൾക്ക് ദൈവം നൽകിയ സ്വത്തല്ല. ഒരിക്കൽ കൂടെ പറയാം, ചിൽഡ്രൻസ് ആർ നോട്ട് ഗോഡ് ഗിവൻ പ്രോപ്പർട്ടി. ദൈവം തന്ന ഒരു സ്വത്തല്ല, പിന്നെ എന്താണ്? ഗിഫ്റ്റാണ്. മനസ്സിലായോ? ദൈവം തന്ന ദാനം. ഒരു വലിയ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം നമ്മുടെ വീട്ടിൽ നമുക്ക് തലമുറകളെ തന്നിരിക്കുക. തലമുറകളില്ലാത്ത ആരെയും ഈ മീറ്റിംഗിൽ കൂടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ദൈവം ഉറപ്പായും നിങ്ങൾക്കും തലമുറകളെ തരും. കാരണം അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. 13 വർഷം കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ഫാമിലി ഞങ്ങളുടെ ചർച്ചയിൽ വന്നു. അവർ ദൈവത്തിൽ ആശ്രയിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ദൈവം അവർക്ക് കൊടുക്കാനിടയായി. 7 വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാതെ, കുഞ്ഞുങ്ങൾ കിട്ടത്തില്ലെന്ന് പറഞ്ഞ മറ്റൊരു സഹോദരിക്ക് 2 തലമുറകളെ കൊടുക്കാനിടയായി. ബെസ്റ്റായിട്ടുള്ള ചിൽഡ്രൻസ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകും. അല്പസമയം താമസിക്കുന്നെങ്കിൽ വിഷമിക്കണ്ട. ഇനി കിട്ടിയ തലമുറകളെ നമ്മൾ എങ്ങനെ വളർത്തണം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോണ്ട് ഫീൽ ദാറ്റ് ചിൽഡ്രൻ ആർ എ ബർഡൻ. കുഞ്ഞുങ്ങളെ ഒരു ഭാരമായി കരുതരുത്. ചില പേരൻസ് അവരുടെ കുഞ്ഞുങ്ങളെ ഒരു ബർഡനായി കരുതും. അതുകൊണ്ട് ഇവരെ എവിടെയെങ്കിലും ആക്കുക, ഹോസ്റ്റലിലാക്കുക, ഇല്ലെങ്കിൽ നാട്ടിലാക്കുക. ദൈവം നമുക്ക് സുഖവും ആരോഗ്യവും തരുന്ന കാലത്തോളം കുഞ്ഞുങ്ങൾ അമ്മയും അപ്പനെയും വിട്ട് പിരിയാനേ പാടില്ല. എസ്പെഷ്യലി ബാച്ചിലേഴ്സ്. അവർ നമ്മുടെ ഒപ്പം നിൽക്കണം. കുഞ്ഞുങ്ങളെ നമ്മളോട് ചേർത്ത് നിർത്തണം. എൻ്റെ പ്രാപ്തിയില്ല, നിർത്താൻ പറ്റുന്നില്ല. ഞാൻ ജോലി ചെയ്യുന്ന അവസ്ഥയും എൻ്റെ സാലറിയും വെച്ച് പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, ദൈവം അവരെ സൂക്ഷിക്കട്ടെ, പണിയട്ടെ. പറ്റുമെങ്കിൽ, ഒരു നൂലളവ് പറ്റുമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ അവരെ സ്നേഹിക്കും പോലെ, നമ്മൾ അവരെ പരിപോഷിക്കും പോലെ, നമ്മൾ അവരെ സംരക്ഷിക്കും പോലെ ഈ ലോകത്തിൽ ആരും ചെയ്യില്ല. ആരെയും വിശ്വസിക്കരുത്, ആരെയും വിശ്വസിക്കരുത്. എത്ര വലിയ ആത്മീയരെയും വിശ്വസിക്കരുത്. നിങ്ങളുടെ ഓൺ ബ്ലഡ് റിലേറ്റീവ്സ് ആയാലും വിശ്വസിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവം നമുക്ക് നൽകിയതാണ്. അവരൊരു ബേഡനാകാൻ ഒരിക്കലും അവരൊരു ബേഡനായിട്ട് നമ്മൾ കാണരുത്. ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ അവരെ കാണുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമുക്ക് അവരവരുടെ, അതായത് മാതാപിതാക്കൾക്ക് നിവർത്തി ചെയ്യാൻ പറ്റാത്ത ആഗ്രഹങ്ങളെ നിവർത്തിക്കാൻ പറ്റുന്ന പാത്രങ്ങളായിട്ടാണ് ചില മാതാപിതാക്കൾ മക്കളെ കാണുന്നത്. അതൊരു തെറ്റായ രീതിയാണ്. എന്ന് പറഞ്ഞാൽ അച്ഛൻ ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഡോക്ടർ ആകണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. പക്ഷേ അമ്മയുടെ ആഗ്രഹം ഡോക്ടർ ആകാനല്ല, എഞ്ചിനീയർ ആകാനല്ല. ഈ കൊച്ചിനായിട്ട് എന്ത് ചെയ്യുകയാണ്? അറ്റാക്ക് ചെയ്യുകയാണ്. എനിക്ക് ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം, എന്നെ കൊണ്ട് പറ്റിയില്ല, അതുകൊണ്ട് നീ ഡോക്ടർ ആകണം, നീ പഠിച്ചേ പറ്റൂ, നീ മെഡിസിന് പോണം. കൊച്ചിനാണെങ്കിൽ ആ ഫീൽഡിൽ താല്പര്യം കാണില്ല. ഇങ്ങനെ പല വീടുകളുടെ അകത്തും അമ്മയപ്പൻ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത പലതും നിവർത്തിക്കാൻ പറ്റുന്ന വ്യക്തികളായിട്ടാണ് കുഞ്ഞുങ്ങളെ അമ്മയപ്പന്മാർ കാണുന്നത്. അത് നമ്മുടെ വീടുകളിൽ ഒരിക്കലും അരുത്. നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ദൈവ ഉദ്ദേശം എന്താണ്, അതിന് നമ്മൾ വിട്ടുകൊടുക്കണം. ആ ഫീൽഡിൽ അവർ ശോഭിക്കും, ആ ഫീൽഡിൽ അവർ വളരും. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഫീൽഡായിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ അതിനകത്ത് ആമേൻ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും എന്നുള്ളതിൽ 2 പക്ഷമില്ല. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അമ്മയെയും അപ്പനെയും വളരെ അംഗീകരിക്കാത്ത ഒരു സമൂഹമായി ഇന്നത്തെ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുക. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കാലഘട്ടത്തിന്റെ ടെക്നോളജിയും ബാക്കി സിസ്റ്റങ്ങളുമാണ്. ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട്സ് സർക്കിളിലൂടെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ വഴിതെറ്റും. ദൈവസന്നിധിയെ വിട്ട്
അന്യപ്പെടുന്ന നിലയിലേക്ക് തലമുറകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഓർപ്പിച്ചത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ കൊച്ചു പ്രായം മുതലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സദൃശവാക്യം 22 നമ്മൾ വായിക്കുന്നത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറത്തില്ല. കൊച്ചു പ്രായം മുതലേ കുഞ്ഞുങ്ങൾക്ക് ആത്മീകം പറഞ്ഞു കൊടുക്കുന്ന നല്ല അമ്മമാരുണ്ട്. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ അല്ല അവർ വിശ്വസിക്കുന്നു. ആ വചനം അമ്മ ഏറ്റെടുക്കും, കൊച്ചിനെ പഠിപ്പിക്കും. അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നു, മ്യൂസിക് ക്ലാസ്സിന് വിടും, കരാട്ട ക്ലാസ്സിന് വിടും. അല്ലേ? നിങ്ങളുടേതായ സാഹചര്യത്തിൽ എന്തിനൊക്കെ വിടുന്നെന്ന് എനിക്കറിയില്ല. എല്ലാം കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കാണ്, ഉയർച്ചയ്ക്കാണ്. എന്നാൽ ഒരു ചോദ്യം, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ യേശുവിനെ കൊടുക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പറയാറുണ്ടോ? പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാൻ പറയാറുണ്ടോ? ബൈബിൾ വായിച്ചിട്ട് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ബൈബിൾ വായിച്ചിട്ട് മോനെ പഠിക്കടാന്ന് പറയാറുണ്ടോ? പല വീടുകളിലും ഈ സിസ്റ്റം ഇല്ല. അല്ലേ? ഇന്ന് ഭക്ഷണം കൊടുക്കുന്നത് പോലും കൊച്ചിന്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ കൈ കൊടുത്തിട്ടാണ്. അത് കണ്ടോണ്ടിരിക്കുമ്പോ കൊച്ചിന്റെ വായിലേക്ക് ആഹാരം വെച്ചു കൊടുക്കും. കൊച്ചു പ്രായം മുതലേ കുഞ്ഞുങ്ങൾ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റാതിരിക്കണമെങ്കിൽ അവർ ശിശുവായിരിക്കുമ്പോ തന്നെ ക്രിസ്തു ഉള്ളവരായിട്ട് നമ്മൾ മാറ്റണം. ഇത്രയും കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനായി പറഞ്ഞേച്ച് രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. മാരേജ് എന്നൊരു വിഷയം നമ്മൾ വേഗത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 4-ാമത്തെ വാക്യം. യെസ്. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. എബ്രായർക്ക് ലേഖനം 13:4 വളരെ സ്പഷ്ടമായി അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, വിവാഹം എല്ലാവർക്കും മാന്യം. മാരേജ് ഈസ് ഹോണറബിൾ ടു എവരിവൺ. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവവിളി പ്രത്യേകിച്ച് ഇല്ലാത്ത എല്ലാവരും വിവാഹം കഴിക്കണം എന്നാണ് ഈ വാക്യം പറയുന്നത്. കാരണം വിവാഹം അത് മാന്യമായ ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരും വിവാഹം കഴിക്കണം. യെരമ്യാവിനെ പോലെ ദൈവം പ്രത്യേകിച്ച് വിളിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവർ കഴിക്കാതിരിക്കട്ടെ. അല്ലാതെ ഒരു സൊസൈറ്റിയുടെ കൾച്ചർ നിമിത്തമോ ഒരു സംഘടനയുടെ പഠിപ്പിക്കൽ നിമിത്തമോ ഒരു തെറ്റായ ഉപദേശത്തിന്റെ ഭാഗമായിട്ടോ ഒരിക്കലും വിവാഹം കഴിക്കാതിരിക്കരുത്. കുടുംബം എന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് മാരേജ് ഈസ് ഹോണറബിൾ ടു ഓൾ. എല്ലാവരും വിവാഹം കഴിക്കണം. പക്ഷേ കിടക്ക നിർമ്മലമായിരിക്കണം. ഈ ഭാഗം നമ്മൾ പിന്നീട് ചിന്തിക്കും, എന്താണ് അതിന്റെ അർത്ഥമെന്ന് ചിന്തിക്കും. ഇന്ന് ലോകം മുഴുവനും വിവാഹങ്ങൾ നടക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ചില സംഘടനകളുടെ സർവേ അനുസരിച്ച് ഒരു ദിവസം 1,15,000 to 1,25,000 വിവാഹങ്ങൾ ഒരു ദിവസം ലോകം മുഴുവനും നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു 1.5 മണിക്കൂർ ഈ വചനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൽ 5,000+ വിവാഹങ്ങൾ നടന്നു കഴിഞ്ഞു. അങ്ങനെ ലോകം മുഴുവനും വിവാഹങ്ങൾ നടക്കുകയാണ്. ഇന്ത്യയിൽ മാത്രം ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 27,000 മുതൽ 30,000 വിവാഹങ്ങൾ നടക്കും. ഒരു മണിക്കൂറിൽ 1,000+ വിവാഹങ്ങളാണ് നടക്കുന്നത്. നവംബർ ടു ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ ഇതിലും എണ്ണം കൂടും. ഈ ഒരു നിലയിൽ വിവാഹങ്ങൾ ലോകം മുഴുവനും നടക്കുന്നെങ്കിലും ഈ കാലഘട്ടത്ത് ഈ വിവാഹത്തെ സ്റ്റോപ്പ് ചെയ്യാൻ, ഈ ദൈവ പദ്ധതിയെ സ്റ്റോപ്പ് ചെയ്യാൻ പിശാച് കണ്ടെത്തിയിരിക്കുന്ന പുതിയ ഒരു പരിപാടിയാണ് ചേർന്ന് ഉള്ള ജീവിതം, ലിവിങ് ടുഗദർ എന്ന സിസ്റ്റം. പാശ്ചാത്യ സംസ്കാരത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്നു. ഭാരതത്തിലും അതിന്റെ
ചെറിയ ചെറിയ അലകൾ ഇപ്പൊ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി ഒരുമിച്ച് ജീവിക്കുക. വർഷങ്ങൾ, ചിലപ്പോ ദിവസങ്ങൾ, ഒരു മാസം കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ വ്യക്തിയെ മാറ്റിവെച്ച് വേറൊരാളിനെ എടുക്കുക. ദൈവവചനപ്രകാരം ഇത് ഏറ്റവും വലിയ പാപമാണ്. കാരണം ദിസ് ഈസ് കോൾഡ് അഡുൾട്ടറി, വ്യഭിചാരം. ഒരു അന്യ പുരുഷനോട്, ഒരു അന്യ സ്ത്രീയോട് ചേർന്ന് നടത്തുന്ന ഒരു ജീവിതം. 10 ദിവസം ജീവിച്ചാൽ 10 പ്രാവശ്യം വേണമെങ്കിൽ അഡുൾട്ടറി ചെയ്തതെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണ് ദൈവം കണക്കാക്കുന്നത്. ലിവിങ് ടുഗദർ ഒരിക്കലും ദൈവ പദ്ധതിയിൽപ്പെട്ടതല്ല. ലിവിങ് ടുഗദർ എപ്പോഴാണ്? ആഫ്റ്റർ ദി മാരേജ്, വിവാഹത്തിന് ശേഷം ഒരു സ്ത്രീ പുരുഷൻ ചേർന്ന് ജീവിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഇന്ത്യയിൽ പോലും പ്രചാരത്തിലുള്ള, ലോകം അംഗീകരിക്കുന്ന ഒരു സംസ്കാരം. ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം വിടട്ടെ. വാട്ട് ഈസ് മാരേജ്? വിവാഹം എന്നാൽ എന്ത്? ഒരു 3-4 കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി ഉണ്ടെങ്കിലും വെട്ടിച്ചുരുക്കിയാണ് ഞാൻ ചൊല്ലുന്നത്. നമ്പർ 1, മാരേജ് ഈസ് എ കവനന്റ്. മത്തായി സുവിശേഷം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ദൈവം സ്ഥാപിച്ച ഒരു ഉടമ്പടി ബന്ധമാണ് പുരുഷ സ്ത്രീ ബന്ധം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കവനന്റ്, ഉടമ്പടിയാണ്, അല്ലെ? വിവാഹത്തിന്റെ അന്ന് തമ്മിൽ ഉഭയസമ്മതം ചൊല്ലിയാണ് ഒരു സ്ത്രീ നമ്മുടെ ആത്മീക മേഖലയിൽ വിവാഹിതയാകുന്നത്. പുരുഷനും അങ്ങനെ തന്നെ. കയ്യെ പിടിച്ച് മുഖത്തെ നോക്കി, അത് ഇപ്പോഴത്തെ പാസ്റ്റർമാരാണെങ്കിൽ പറയും കണ്ണേ നോക്കി പറയാൻ പറയും. ആമേ, കണ്ണേ നോക്കി പറയണം. മൈക്ക് വേറെ കൊടുക്കും എന്ത് പറയുന്നെന്ന് എല്ലാവരും കേൾക്കാൻ, അല്ലെ? നിങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞിട്ടുള്ളവരായിരിക്കും ഞാൻ ചിന്തിക്കണം. അപ്പൊ പറയണം, വിവാഹത്തിന്റെ അന്ന് എന്റെ ജീവകാലം മുഴുവനും ഈ പുരുഷനെ എന്റെ ഭർത്താവായിട്ട് ഞാൻ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയായി സ്വീകരിക്കുന്നു. കഷ്ടത്തിലും നഷ്ടത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും. പറയുന്നതൊക്കെ കള്ളമാണെങ്കിലും നമ്മളപ്പം പറയാതെ വിടത്തില്ല. അതാണ് വിവാഹവേദികൾ. പക്ഷെങ്കിൽ ഗൗരവമായി ചിന്തിക്കണം, ഒരു ഉടമ്പടി നമ്മൾ അവിടെ നടത്തുകയാണ്. ക്രിസ്തുവും സഭയും ഉടമ്പടി ചെയ്തിരിക്കുമ്പോഴുള്ള ഒരു ഉടമ്പടിയാണ് ഭാര്യ ഭർത്തർ ബന്ധം. അത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഈ ഉടമ്പടി, ദിസ് കവനന്റ് ഈസ് ലൈഫ് ടൈം. ആ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ മരിക്കുന്നതുവരെ ഇത് മാറ്റാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഞാൻ അബദ്ധത്തിൽ കഴിച്ചുപോയി, ഇതല്ലായിരുന്നു മറ്റേ പുള്ളിയായിരുന്നെന്ന് വിവാഹം കഴിഞ്ഞിട്ട് പറയാൻ പറ്റില്ല. ആദ്യം പെണ്ണ് കാണാൻ വന്ന പയ്യനായിരുന്നു, ദൈവം ഇടപെട്ടതാ, പക്ഷെ ഞാനത് വിട്ടുകളഞ്ഞു, അതാ ഈ 3-ാമത്തെ മനുഷ്യനെ കെട്ടിയെന്ന് പിന്നീട് പറയാൻ പറ്റത്തില്ല. ഉഭയസമ്മതം പറഞ്ഞ് ആരെ ഏറ്റെടുത്തോ ലൈഫ് ടൈം വരെ അതാണ് നമ്മുടെ ഹസ്ബൻഡ്, അത് തന്നെ ആയിരിക്കണം നമ്മുടെ ഭാര്യ. ഒരേ ഒരു ജീവിതം, ഒരേ ഒരു ദൈവം, ഒരേ ഒരു സ്വർഗം, ഒരേ ഒരു നരകം, ഒരേ ഒരു ഭൂമി, ഒരേ ഒരു സൂര്യൻ, ഒരേ ഒരു ചന്ദ്രൻ. നമുക്ക് തുണയും ഒരേ ഒരാളായിരിക്കണം. മരിക്കുന്നത് വരെ ഒരേ ഒരു ഭാര്യ, ഒരേ ഒരു ഭർത്താവ്. ഇതാണ് ദൈവത്തിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അതൊരു കവനന്റിലൂടെയാണ് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്, അല്ലെ? ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിക്കുന്നില്ല, സാരികൾ തമ്മിൽ കെട്ടുന്നില്ല, അല്ലെ? ചെയിനോ മാലയോ ഒന്നും ഇടുന്നില്ല. വിശ്വാസത്താൽ 90 വയസ്സായ ഒരു അമ്മച്ചി മരിച്ചു. പിറ്റേ ദിവസം അപ്പച്ചനും മരിച്ചു. ഓ, എന്തൊരു സന്തോഷം നോക്കണേ, അല്ലെ? ഒരുമിച്ച് ഇത്രയും കൊല്ലം ജീവിച്ചു. ഞങ്ങളുടെ സെമിനാരിയിൽ, എബനേസർ മിഷൻ തിയോളജിക്കൽ സെമിനാരിയിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഈ അപ്പച്ചൻ. പ്രായമുള്ള മനുഷ്യനാണ്, ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർമെന്റ് ആയി കുറെ വർഷം വിദേശത്തൊക്കെ. 2 പേരും ഒരുമിച്ച്, മക്കളെല്ലാം പോകാൻ കഴിഞ്ഞ് പലയിടത്ത് പോകും. 2 പേരും ഒരേ വീട്ടിൽ പാർത്ത്, ഒരു ജോലിക്കാരി മാത്രം, തമ്മിൽ സംസാരിച്ചും ചിരിച്ചും ചർച്ചയിൽ പോയും പ്രാർത്ഥിച്ചും നല്ലപോലെ ജീവിച്ച് ഇന്നൊരാൾ മരിക്കുന്നു, പിറ്റേ ദിവസം മറ്റേയാൾ മരിക്കുന്നു. ഇതൊരു ഭാഗ്യമല്ലേ?
ഒരാൾ മരിച്ചിട്ട് ഒരാൾ കിടന്നാലോ എന്തൊരു ദുഃഖമാണ് അല്ലെ? ഭാര്യയില്ലാത്ത ഭർത്താവിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു യഹൂദൻ പറയുന്നത്, ഒരു റബി പറഞ്ഞത്, ബെൻ എഗനാസർ, അദ്ദേഹം പറയുന്നത്, ഭാര്യയില്ലാത്ത ഭർത്താവിന് ഈ ലോകം മുഴുവനും ഇരുട്ടായിരിക്കുമെന്നാണ്. സത്യമല്ലേ? ഒരു ഭർത്താവ് ഭാര്യ വീട്ടിൽ ഒരു മാസം ഇല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഒരു ദിവസം ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല, നമുക്ക് എങ്ങനെയെന്ന് അറിയില്ല. അവരുടെ സാന്നിധ്യം, പ്രസൻസ് എല്ലാ നിലയിലും അല്ലെ ആളായിട്ട് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷമാണ്. മക്കളുണ്ട്, അമ്മയച്ഛനുണ്ട്, എല്ലാം ഉണ്ട്, ശരിയാ. പക്ഷെങ്കിൽ വൈഫിനെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ്, സ്പിരിച്വലി, മെന്റലി, എല്ലാ മേഖലയിലും അത് ഒരിടത്തും ആരിൽ നിന്നും നമുക്ക് ലഭിക്കില്ല, ലഭിക്കരുത്. അതാണ് ബൈബിൾ വ്യവസ്ഥ. അപ്പൊ ഒരു ഉടമ്പടി, ആ ഉടമ്പടിക്കകത്ത് ദൈവം നമ്മളെ നിർത്തിയിരിക്കുകയാണ്. നമ്പർ 2, വാട്ട് ഈസ് മാരേജ്? വിവാഹം എന്ന് പറയുന്നത് ഒരേ ദേഹമായി തീരുക, ബിക്കമ്മിങ് വൺ ഫ്ലഷ്. ഒരേ ദേഹമായി തീരുക, ബിക്കമ്മിങ് വൺ ഫ്ലഷ്, ഒരേ ദേഹമാകുക. മത്തായി സുവിശേഷം 19-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും. സമയമില്ലാത്തതുകൊണ്ട് വായിപ്പിക്കാൻ പറ്റുന്നില്ല, എങ്കിലും ഒരാൾ സ്പീഡായിട്ട് വായിക്കാമോ? ചിലപ്പോൾ വായിക്കാത്ത ആരെങ്കിലും ഒക്കെ കാണും. കേൾക്കട്ടെ. മത്തായി 19-ന്റെ 4, 5, 6 വാക്യങ്ങൾ. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഇവിടെ രണ്ടുപേരും ഒരു ദേഹമായി തീരും. എന്താണ് ശരിക്കും ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിവാഹത്തിലൂടെ 2 ഭവനത്തിൽ ജനിച്ചവർ, 2 കൾച്ചറിൽ വളർന്നവർ അല്ലെ, ഇപ്പൊ ഒന്നായി തീരുകയാണ്. അമേരിക്കയിലെ ഒരു സായിപ്പ് പറഞ്ഞത്, ഐ കാൻ ഡ്രീം ലിവിങ് ലൈക്ക് ദാറ്റ്. മനസ്സിലായോ? ഒരു സായിപ്പ് പറയുന്നു, നമ്മുടെ നാട്ടിൽ വന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഭാര്യയെ ഞാൻ ആദ്യമായിട്ട് കല്യാണ സമയത്ത് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഉറപ്പിച്ചത്. ഞങ്ങളുടെ ലവ് മാരേജ് അല്ല. ഇതിനു മുന്നേ എനിക്ക് എന്റെ ഭാര്യയെ അറിയില്ല. ഉടനെ അദ്ദേഹം പറയുന്നു, ഐ കാൻ ബിലീവ്, ഐ കാൻ ഡ്രീം ഇറ്റ്, ഹൗ ഇറ്റ് ഈസ്. വല്ല മനസ്സിലായോ? ഇതെങ്ങനാ? എവിടെയോ ജനിച്ച ഒരു സ്ത്രീയുമായിട്ട് അവളെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നു? ഞാൻ പറഞ്ഞു, now I passed 30 years very happily. 30 വർഷം കഴിഞ്ഞ് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അപ്പൊ അദ്ദേഹം അന്തം വിടുകയാണ്. പുള്ളി പറയുകയാണ്, ഞങ്ങളുടെ അമേരിക്കൻ കൾച്ചറിൽ ഒരിക്കലും ഞങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം അവൾ ഏത് ടൈപ്പായിരിക്കും, ഏത് ടൈപ്പിലുള്ള തീരുമാനം എടുക്കുന്ന ആളായിരിക്കും, ഇതൊന്നും അറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ദിസ് ഈസ് വാട്ട് ബൈബിൾ സേസ്, they will become one flesh by his spirit. ദൈവത്തിന്റെ ആത്മാവിനാൽ ഇത് സാധ്യമാകും. മനുഷ്യന്റെ കണ്ണുകൾക്ക് ഇത് ആശ്ചര്യമാണ്, പക്ഷെ ദൈവത്താൽ ഇത് സാധ്യമാണ്. അപ്പൊ ശ്രദ്ധയോടെ കേൾക്കണം. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ പിരിക്കരുത്. വിവാഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ദൈവത്തിന്റെ ഒരു ഉദ്ദേശമാണ് വിവാഹം കഴിഞ്ഞാൽ പിരിഞ്ഞിരിക്കാൻ പാടില്ല. പരസ്പര സമ്മതത്തോടെ പ്രാർത്ഥനയ്ക്കായിട്ടോ ഉപവാസത്തിനായിട്ടോ അല്ലാതെ പിരിഞ്ഞിരുന്നാൽ അത് ദൈവം മുൻപാകെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാവമാണ്. ചിലർ ഒരു റൂമിലായിരിക്കും, 2 കട്ടിലായിരിക്കും. ചിലർ ഒരു വീട്ടിലായിരിക്കും, 2 റൂമിലായിരിക്കും. ബൈബിൾ അങ്ങനെ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. ബൈബിളിന്റെ ഉപദേശം വിവാഹിതരായ ഒരു ഭാര്യയും ഭർത്താവും അവർ ഉറങ്ങാൻ പോകുമ്പോൾ അവർ കൈയോട് കൈ കോർത്ത് പിടിച്ച്, ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ബന്ധത്തിനായി സ്തോത്രം, മരിക്കും വരെ ഈ പുരുഷനെ എനിക്ക് ഭർത്താവായി തരണേ എന്ന് ഭാര്യ ഹൃദയം കൊണ്ടൊരു വാക്ക് പ്രാർത്ഥിക്കണം. ഭർത്താവ് പറയണം, ഈ ഭാര്യയെ ദൈവം എനിക്ക് തന്ന ദാനം, മരിക്കും വരെ എനിക്ക് ദൈവം തുണയായി തരണം.
ഞങ്ങളെ രണ്ടുപേരെയും അങ്ങയുടെ മഹത്വത്തിനായി നടത്തണം എന്ന് പറഞ്ഞിട്ട് കിടക്കാം. ഒരു കിടക്കയിലാകണം. അത് ബൈബിൾ വ്യവസ്ഥയാണ്. പിരിഞ്ഞിരുന്നാൽ എന്ന് സംഭവിക്കും. എഫേസ്യർ 4 പറഞ്ഞിരിക്കുന്നത് പിശാചിന് ഇടം കൊടുക്കാതിരിപ്പിൻ. അപ്പൊ പിരിഞ്ഞിരുന്നാൽ പിശാചിന് നമ്മൾ ഒരു സ്പേസ് കൊടുക്കുകയാണ്, അല്ലെ? ഭാര്യ ഭർത്താവ് ആകുമ്പോൾ പല പ്രശ്നങ്ങൾ വീട്ടിൽ വരും. കാരണം നേരത്തെ മറ്റേ സാഹിബ് പറഞ്ഞതുപോലെ രണ്ട് വീട്ടിൽ ജനിച്ചവരല്ലേ, രണ്ട് കൾച്ചറിൽ വളർന്നവരല്ലേ. അപ്പൊ അങ്ങനെയുള്ളവർ ഒരേ വീട്ടിൽ പാർക്കുമ്പോൾ ഇഷ്ടങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, ഇതിനെല്ലാം വ്യത്യാസങ്ങൾ. ലീഡർഷിപ്പിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ സൈക്കോളജിക്കലായിട്ട് ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു. ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എല്ലാവർക്കും ഡിഫറൻ്റ് ആണ്. ഞാൻ അന്നൊരു ഉദാഹരണം പറഞ്ഞു. എന്റെ ഭാര്യയ്ക്ക് എല്ലാം ചൂടായിട്ട് കഴിക്കണേന്ന് ഇഷ്ടം. അവൾക്ക് ഐസ്ക്രീം കൊടുത്താലും വേണമെങ്കിൽ തിളപ്പിച്ച് ചൂടാക്കി കഴിക്കും. എനിക്ക് നേരെ തിരിച്ചാണ്, എല്ലാം തണുത്തതാണ് ഇഷ്ടം. റൈസും ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് തണുപ്പിച്ച് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇഷ്ടം. അപ്പോ തണുത്തതാണ് ഇഷ്ടം. ഫുള്ളായി AC വേണം, അല്ലെങ്കിൽ ഫാന് വേണം, നല്ല തണുത്ത അന്തരീക്ഷമായിരിക്കണം. പുള്ളിക്കാരിക്ക് നേരെ തിരിച്ചാണ്. അപ്പൊ എന്താണ് ഇവിടെ ചെയ്യുക? നമ്മൾ രണ്ടുപേരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ ദൈവത്താൽ അല്ലാതെ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. വിവാഹം കഴിഞ്ഞ് രണ്ടിൻ്റെ അന്ന് ഞാൻ ഫാൻ ഇടും, അവള് ഫാൻ അണയ്ക്കും. ഞാൻ വീണ്ടും ഫാൻ ഇടും, അവള് ഫാൻ അണയ്ക്കും. ഫാന് ഞാൻ 5-ലാക്കി വെക്കും. ഫുൾ സ്പീഡായിരിക്കും. പറയുന്നത് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര സമ്മർദ്ദം. ഞാൻ പറയും എനിക്കാണെങ്കിൽ കിടക്കാനേ പറ്റുന്നില്ല, ഭയങ്കര ചൂടാണ്. അപ്പോ ഞാൻ 5-ലാക്കി വെക്കും. പുള്ളിക്കാരി ഞാൻ ഇച്ചിരി കണ്ണടച്ചുറങ്ങുമ്പോ ഓഫ് ചെയ്യും. അപ്പോഴത്തേനും ഞാൻ ഇടിക്കും, ഞാൻ വീണ്ടും ഇടും. ഒന്ന് ചിന്തിച്ചു നോക്കണേ. അപ്പോ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ദൈവം തക്ക തുണ, അല്ലേ? തക്ക തുണയെന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം കേട്ടോ. സ്പീഡായ നല്ല വേഗതയുള്ള ഭർത്താവിന് വേഗത കുറഞ്ഞ ഭാര്യ, മനസ്സിലായോ? ചൂടുള്ള ആളിന് ചൂട് കുറഞ്ഞ ഭാര്യ, അതാണ് തക്ക തുണ. എന്നാലും ലെവലാകുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഫാസ്റ്റായിട്ട് പോരുവാന് സ്ലോ ആയിട്ടുള്ള ഒരാളാണ്. എന്നാലേ രണ്ടുപേരും കൂടെ ഒന്നായി ക്ലിയർ ആയി വരുള്ളൂ. എങ്ങനെയെന്നല്ലേ? അപ്പൊ ഇത് കുറെ ദിവസമായപ്പോ കാണാൻ വിഷമം ഉണ്ടാക്കാൻ തോന്നും. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. ഫുള്ളായിട്ട് ഞാൻ ഇനി ഫാൻ 5-ൽ വെക്കുന്നില്ല, നീ ഫാന് ഓഫ് ചെയ്യുന്നുമില്ല. ഫാനിന്റെ സ്പീഡ് ഞാൻ ഇച്ചിരി കുറയ്ക്കാം, 2-ലിരിക്കട്ടെ. അപ്പൊ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിലെ ഫാന് 2-ലോ 3-ലോ ഒക്കെ ഇരിക്കുന്നു. പക്ഷെ ഇപ്പൊ ആള് മാറി കേട്ടോ. ഇപ്പൊ ചൂടൊക്കെ കുറച്ച് തണുപ്പൊക്കെ കൊള്ളാൻ തുടങ്ങി. ഇപ്പൊ AC-യിലൊക്കെ കിടക്കും, പ്രശ്നമല്ല. അത് മാറ്റിയെടുത്തു കുറച്ച്. എന്നെയും അവള് കുറച്ച് മാറ്റി. 50% ഞാൻ മാറി, 50% പുള്ളിക്കാരി മാറി. അതുകൊണ്ട് ഒരു സന്തുഷ്ടമായ കുടുംബം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. ഭർത്താവിന് ചിലപ്പം വറുത്ത മീനായിരിക്കും ഇഷ്ടം, ഭാര്യയ്ക്കും മീൻ കറിയായിരിക്കും ഇഷ്ടം. എന്താ, ഈ വെള്ളം പോലെ എല്ലാം കലക്കി വെച്ച് അതിൽ ഈ സാധനം ഇട്ട് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പൊ ആ വീട്ടിനകത്ത് എങ്ങനെ മുന്നോട്ട് പോകും? ഹസ്ബൻഡിന് ചപ്പാത്തിയാണ് ഇഷ്ടം, ഭാര്യയ്ക്ക് ചോറാണ് ഇഷ്ടം. അതും ചില വീട്ടില് രണ്ടുപേർക്കും ചോറാണ് ഇഷ്ടം. ഒരാൾക്ക് വെള്ളയരിയുടെ ചോറ്, വൈറ്റ് റൈസ്, വേറൊരാൾക്ക് ചമ്പ. അപ്പൊ അത് പിന്നെ 2 കല തവിക്കണം, അല്ലേ? പല വീടുകളിലും ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇഷ്ടാനിഷ്ടങ്ങൾ വിട്ടുകൊടുക്കും. എന്റെ ഭർത്താവല്ലേ, എന്റെ ചേട്ടനല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇത് എന്റെ ഭാര്യയല്ലേ, എന്റെ ശരീരമല്ലേ, അല്ലെ? അപ്പോ നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് അവിടെ ഒരു അനുഗ്രഹം ഉണ്ടാകും, അവിടെ ഒരു യോജിപ്പുണ്ടാകും. ഇത് ദൈവത്താൽ സംഭവിക്കുന്നതാണ്. ഇത് സംഭവിക്കാത്ത ഒത്തിരി കുടുംബങ്ങൾ കേരളത്തിനകത്തുണ്ട്. അവരാണ് ഇപ്പോഴും കോടതിയിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ആരോ ഈ ശബ്ദം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു, പാസ്റ്ററെ സത്യമാണ്, ഈ കേരളത്തിലെ കുടുംബങ്ങൾ പോലെയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ എന്നും ഞങ്ങൾ കോടതിയിൽ പോകേണ്ടതാ.
പക്ഷെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. എന്താ കാരണം? ഭാര്യയായ ഞാൻ വിട്ടുകൊടുത്തു, ഞാൻ ഫ്ലെക്സിബിളായി, ഹസ്ബൻഡ് ഫ്ലെക്സിബിളായി. അപ്പൊ അതുകൊണ്ട് വിട്ടുപിരിയാൻ പാടില്ല. ഒരു ഭാര്യയും ഭർത്താവും പരസ്പര സമ്മതത്തോടല്ലാതെ പിരിഞ്ഞിരിക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, വഴക്കുകൾ വരാം, സംസാരങ്ങൾ വരാം, അല്ലെ? കേരളത്തിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, ചട്ടിയും പെട്ടിയുമാണെങ്കിൽ തട്ടിയും മുട്ടിയും കിടക്കും. പണ്ടത്തെ അമ്മച്ചിമാര് പറയുന്നേ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. വീട്ടിനകത്തുള്ള ചട്ടി പെട്ടി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ തട്ടും മുട്ടും. ഇതുപോലാണ് ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ചെറിയ ഉരസലുകളൊക്കെ വരാം, അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, ഇഷ്ടാഭിലാഷങ്ങൾക്ക് വ്യത്യാസം വരാം. എങ്കിലും ഒരു ബെഡിൽ നിന്ന് പിരിഞ്ഞു കിടക്കരുത്, ഒരു റൂമിൽ നിന്ന് പിരിഞ്ഞു കിടക്കരുത്. ഒരു വീട്ടിൽ നിന്ന് പിരിഞ്ഞു കിടന്നാൽ നമ്മൾ പിശാചിന് ഇടം കൊടുക്കുന്നു. ആ ഗ്യാപ്പിൽ പിശാച് കയറും. വചനം പറയുന്നത്, മനുഷ്യർ ഉറങ്ങിക്കിടക്കുമ്പോൾ പിശാച് വന്ന് കള വിതച്ചു. ഭാര്യയും ഭർത്താവും ഒരിടത്തിൽ കടന്നാൽ കള വിതയ്ക്കില്ല, അല്ലെ? പിരിഞ്ഞ് രണ്ട് റൂമിൽ കടന്നപ്പോഴായിരുന്നു ഭാര്യയുടെ ഹൃദയത്തിൽ ഒരു കള വിതച്ചു. എന്താ കള എന്നറിയണ്ടേ? ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം മറ്റൊന്നുമില്ല, ഭർത്താവ് തന്റെ കാറിൽ വേറൊരു സ്ത്രീയെ എത്തിക്കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു കാഴ്ച. ഞെട്ടി ഉണർന്ന് അവള് പറഞ്ഞു, ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ്. കള വിതച്ചതാരാ? പിശാച്. ആ മനുഷ്യനെ നേരെ വന്ന് റൂം തുറന്ന് നോക്കിയപ്പോ കാണാൻ ആ പുള്ളി മൂന്നാം സ്വർഗത്തിൽ കിടക്കുമ്പോലെ കോറട്ടയൊക്കെ ഒഴിച്ച് ഭയങ്കര ഉറക്കമാ. പുള്ളി മനസാക്ഷിക്കൊന്നും അറിഞ്ഞിട്ടില്ല. എങ്കിലും പുള്ളിക്കാരുടെ ഹൃദയത്തിൽ പിശാച് പറയാൻ തുടങ്ങി, കണ്ടോ, എന്തോ സംതിങ് ഈസ് റോങ്. അന്ന് മുതൽ വാച്ച് ചെയ്യാൻ തുടങ്ങി. 9 മണിക്ക് വീട്ടിൽ വരുന്നയാൾ 9:30 വന്നാൽ ഇത്രയും സമയം അവിടെ പോകും. രാവിലെ 8 മണിക്ക് പോകുന്ന ആൾ 7:30 ഒരു ദിവസം പോയാൽ ഇത്രയും നേരത്തെ അവിടെ പോകും. ഫോൺ വിളിച്ച ഉടനെ എടുത്തില്ലെങ്കിൽ ഇതാരെ വിളിച്ചുകൊണ്ടിരുന്നു? കാരണം കള വിതച്ചു. ഞാനിത് ഇന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇന്ന് ഉച്ച കഴിഞ്ഞ ഒരു ഫാമിലിയെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഇരിക്കുന്നത്. സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, ഒരു ബെസ്റ്റ് ടീച്ചർ, ഞങ്ങളുടെ ചർച്ചിലെ ഒരു കൊച്ചിനെ, ഞങ്ങളുടെ ഒരു സഭയിലെ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന ടീച്ചർ. ഈ കുഞ്ഞു പോയി പറഞ്ഞ് ആ ടീച്ചറിന് എന്റെ നമ്പർ കൊടുത്ത് അവരെന്നെ ഫോൺ വിളിച്ചതാണ്. അവരുടെ ഹസ്ബൻഡ് ഇപ്പോൾ ഈ ടീച്ചറിനെ സ്കൂളിൽ വിടുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇതുപോലൊരു കള വിതയ്ക്കപ്പെട്ടു. തന്റെ ഭാര്യയെ സംശയമാണ്. ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു സഹോദരിയാണ്. അവരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാം. അപ്പോ ഇത് സംഭവിക്കാതിരിക്കാൻ ബൈബിൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യരുത്? പിരിഞ്ഞിരിക്കരുത്. വൺ ഫ്ലഷ് ആയിരിക്കണം. വിവാഹം കഴിഞ്ഞാൽ വൺ ഫ്ലഷ് ആയിരിക്കണം. ഒരേ വീട്ടിൽ പാർക്കണം. അത്രയും പറഞ്ഞ ആ ഭാഗം ഞാൻ വിടുന്നു. നമ്പർ 3 ഫോർ കമ്പാനിയൻഷിപ്പ്. വാട്ട് ഈസ് മാരേജ്? വിവാഹം എന്താണ്? കൂട്ടായ്മയ്ക്കും പരസ്പര സഹായത്തിനും. ഫോർ കമ്പാനിയൻഷിപ്പ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം, ജനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 18. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം പറയുകയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അവനൊരു തുണയുണ്ടാകണം, അവനൊരു ഫെലോഷിപ്പ് ഉണ്ടാകണം, അവനൊരു കൂട്ടായ്മ ഉണ്ടാകണം. സോ എന്താ ഇത് മനസ്സിലാക്കി തരുന്നതെന്ന് ചോദിച്ചാൽ, ഭാര്യയും ഭർത്താവും യഥാർത്ഥമായ നിഷ്കളങ്ക ഹൃദയത്തോട് തുറന്ന മനസ്സുള്ളവരായിരിക്കണം, ഒന്നായിരിക്കണം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് തന്റെ ഭാര്യയായിരിക്കും. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് തന്റെ ഭർത്താവായിരിക്കും. കാരണം കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ഒരേ ഒരു പ്ലാറ്റ്ഫോം ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയ്ക്കുള്ള ആ ഒരു പ്ലാറ്റ്ഫോം. അമ്മയും അച്ഛനോട് പോലും എല്ലാം പറയാൻ പറ്റില്ല, മക്കളോടെല്ലാം പറയാൻ പറ്റില്ല.
ഒരു സ്ത്രീയുടെ പുരുഷന്റെ ജീവിതത്തിന്റെ എല്ലാ തുറസായ ഭാഗങ്ങളിലും രഹസ്യ മേഖലകളിലും എത്തപ്പെടാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണ് ലൈഫ് പാർട്ട്ണർ. ഭാര്യയും ഭർത്താവും അമ്മയും അപ്പനെയും വിട്ടുപിരിഞ്ഞ് അവർ ഒന്നായി മാറുകയാണ്. ഈ ഒരു കമ്പാനിയൻഷിപ്പാണ് വിവാഹത്തെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ രഹസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ചില സ്ത്രീകൾക്ക് അവരുടേതായ കുറേ രഹസ്യങ്ങൾ കാണും. പുരുഷന്മാരും എല്ലാം വീട്ടിൽ ഷെയർ ചെയ്യില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഭാര്യ അത് പുറത്തു പറയത്തില്ലെന്നറിഞ്ഞാൽ ഇത് നിമിത്തം വേറൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ലെന്നറിഞ്ഞാൽ നമ്മൾ അറിയുന്നതെല്ലാം നമ്മുടെ ഭാര്യയോട് ഷെയർ ചെയ്യാം. ഭാര്യയ്ക്ക് ഭർത്താവിനോട് അതുപോലെ ഷെയർ ചെയ്യാം. പല സ്ത്രീകൾക്കും ഭർത്താവിന്റെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് ഇതുവരെ അറിയില്ല. ഇന്ന് രാത്രി പോയാലും വഴക്കുണ്ടാക്കല്ലേ. ദൈവവചന വ്യവസ്ഥ അനുസരിച്ച് യഥാർത്ഥമായ ഒരു സ്നേഹം ഭാര്യ എന്ന രീതിയിൽ സഹോദരിമാര് ഭർത്താവിന് നൽകാമെങ്കിൽ അവർ കാര്യങ്ങൾ തുറന്നു പറയും. നേരെ തിരിച്ചും അങ്ങനെയാണ്. പല സ്ത്രീകളും അവരുടെ ഹൃദയത്തിൽ പലതും ചൊല്ലാതെ രഹസ്യമായി വച്ചിരിക്കാൻ കാരണം they don't believe their husband. പക്ഷെങ്കിൽ ഇവിടെയെല്ലാം ദൈവത്തെ നമ്മൾ തോൽപ്പിക്കുകയാണ്. ഇവിടെയെല്ലാം ദൈവ ഇഷ്ടത്തെ നമ്മൾ തോൽപ്പിക്കുകയാണ്. ഇവിടെയെല്ലാം പിശാചിന് നമ്മൾ ഇടം കൊടുക്കുകയാണ്. ഹസ്ബൻഡിനും വൈഫിനും ഇടയ്ക്ക് ഒരു തുറന്ന ഒരു ഓപ്പൺ മൈൻഡ് വേണം. ഒരു ഓപ്പൺ ഹാർട്ട് വേണം. ഹൃദയത്തിലെ വേദനകൾ എന്റെ ഭാര്യയോട് പറഞ്ഞാൽ എനിക്കൊരു പകുതി സൊല്യൂഷൻ എങ്കിലും വരുമെന്ന് ഒരു ഭാര്യയെ ഭർത്താവിന് വിശ്വസിക്കാൻ പറ്റണം. എരിയുന്ന തീയിൽ എണ്ണ കോരി ഒഴിക്കും പോലെ ഈ പ്രശ്നത്തെ അവൾ കൂട്ടില്ല എന്ന് അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടാകത്തക്ക ഒരു ജീവിതം ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു സ്ത്രീ നയിക്കണം. നേരെ തിരിച്ച് എന്റെ ഭർത്താവിനോട് ഈ വിഷയം ഞാൻ തുറന്നു പറഞ്ഞാൽ ഇതിനൊരു പരിഹാരം വരും എന്ന് ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ചൊരു വിശ്വാസം ഉണ്ടാകും. ഇത് കേൾക്കുമ്പോൾ എന്റെ ഭർത്താവ് എന്നെ തല്ലില്ല, എന്നെ സഹായിക്കില്ല, എന്നെ സ്നേഹിക്കും, എന്നെ അംഗീകരിക്കും എന്ന ഒരു ഉറപ്പ്. അതാ ഓപ്പൺ ഹാർട്ട് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു ജീവിതം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെ? അങ്ങനെയുള്ള ഫാമിലീസ് ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? ഫ്രണ്ട്സ് പോലെ പോകും. ചിലർ ഒരു യാത്ര പോയാലും ഒറ്റയ്ക്ക് പോകില്ല, വൈഫിനെ കൊണ്ടുപോകും. കാരണം ഇവർക്ക് സംസാരിച്ച് പോകാം. ആരെങ്കിലും കൊണ്ടുപോയാൽ അത് പിന്നെ നാളെ തലവേദനയാവും, അല്ലെ? ചിലപ്പോ ക്ലാസ്മേറ്റ് ഫ്രണ്ട്സോ കാണും, എന്നാലും കൊണ്ടുപോകില്ല, വൈഫിനെ കൊണ്ടുപോകും. കാരണം അദ്ദേഹത്തിനറിയാം ഈ പുള്ളിക്കാരി വന്നാൽ എന്റെ യാത്ര കൂടുതൽ സുഗമമായിരിക്കും, സന്തോഷത്തോടെ എനിക്കൊരു യാത്ര പോകാൻ പറ്റും, അല്ലെ? ചിലര് യാത്ര തുടങ്ങുന്നത് മുതൽ ചെന്നെത്തുന്നവരെ ചില സ്ത്രീകൾ മിണ്ടാപ്രാണികളാണ്, പുരുഷന്മാര് മിണ്ടാപ്രാണിയാകും, തമ്മിൽ ഇവർ സംസാരിക്കില്ല. അങ്ങനെയുള്ള ഫാമിലികളാണ് ഒരുമിച്ച് യാത്ര ചെയ്യാത്തത്. അങ്ങനെയുള്ളവരാണ് തമ്മിൽ പിരിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് സംഭവിക്കാതിരിക്കാൻ ഈ വാക്യം മനസ്സിൽ എപ്പോഴും ഉൾക്കൊള്ളണം. ഞാനൊരു ബെസ്റ്റ് ഫ്രണ്ടായി എന്റെ ഭർത്താവിനെ എന്റെ ഭാര്യയ്ക്ക് മാറണം. 4, വാട്ട് ഈസ് മാരേജ്? 4ാമത്തെ ആൻസർ എന്ന് പറയുന്നത്, കുടുംബം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ മൾട്ടിപ്ലൈയിങ് ജനറേഷൻ. മനസ്സിലായല്ലോ? കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പരമോന്നതമായ ഒരു ഉദ്ദേശമാണ് തലമുറകൾ പെരുകണം. കുടുംബം എന്തിനാണ്? ഫാമിലി എന്തിനാണ്? തലമുറകൾ ഭൂമിയിൽ പെരുകണം. ഓക്കെ, ജനറേഷൻ മൾട്ടിപ്ലൈ ആകണം, വർദ്ധിക്കണം. അതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക ഉദ്ദേശം. ഭൂമിയിൽ ആളുകൾ
കുടുംബങ്ങൾ പെരുകണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം പറയുന്നത്, വായിക്കൂ. ഉൽപ്പത്തി 1:28 വേഗത്തിൽ വായിക്കൂ. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല. താങ്ക് യു. ദൈവം ഇവിടെ നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണ്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകണം, ഭൂമിയിൽ തലമുറകൾ ഉണ്ടാകണം. അബ്രഹാം, സാറ, ഇസ്ഹാക്ക്, റബേക്ക, അല്ലെ, ഇവരുടെ ഫാമിലി എല്ലാം നമ്മൾ നോക്കിയാൽ ദൈവം അവരെ അനുഗ്രഹിച്ച് അവർക്ക് സന്താനങ്ങൾ നൽകി മാനിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിശാചിന്റെ ഏറ്റവും വലിയ ടാർജറ്റ് എന്ന് പറയുന്നത് ഭൂമിയിൽ ജനം ദൈവത്തിന്റെ സാദൃശ്യത്തിൽ പെരുകാൻ പാടില്ല. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് UNO, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷന്റെ അപ്ഡേറ്റ് അനുസരിച്ച് ലോകത്തിൽ ഇന്ന് 830 കോടി ആളുകളാണുള്ളത്. 830 ബില്യൺ പീപ്പിൾ ഇൻ ദ വേൾഡ്. ലേറ്റസ്റ്റ് അപ്ഡേഷൻ. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനസമൂഹമുള്ള രാഷ്ട്രം, 144 കോടി. അതിന് നിരീക്ഷകർ പറയുന്നത് പ്രധാന കാരണം ഇന്ത്യയിലുള്ളവരുടെ ദൈവവിശ്വാസം. പാശ്ചാത്യ സംസ്കാരത്തിലെ ചിലർ പറയുന്നത് ഇന്ത്യയിൽ ഒത്തിരി ദൈവങ്ങളുണ്ട്, ആ ദൈവങ്ങളെ ആളുകൾ വിശ്വസിക്കണം, ആ ദൈവങ്ങളെ ഭയപ്പെടണം, അതുകൊണ്ട് ആ ദൈവത്തിന്റെ അനുഗ്രഹമായ മക്കൾ അവർ കിട്ടും എന്നതാണ് അവർ വിശ്വസിക്കുന്നത്. ചൈനയായിരുന്നു ഫ്രണ്ടിൽ, പക്ഷെങ്കിൽ ചൈനയിൽ നിന്ന് 141 കോടി ആളുകളെ ഉള്ളൂ. ചൈനയെക്കാളും 3 കോടി ആളുകൾ മുന്നിൽ ഇന്ത്യയാണെന്ന്. പക്ഷെങ്കിൽ ഈ ഐക്യരാഷ്ട്ര സഭയിലെ UN പോപ്പുലേഷൻ ഡിവിഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഈ എണ്ണം 2080 കോടിയിലേക്ക് മാറാം. മനസ്സിലായോ? 2080 ആകുമ്പോൾ, ഈ നൂറ്റാണ്ടിൽ 2080 ആകുമ്പോൾ 1030 കോടിയായിട്ട് ഈ ജനം മാറാം. എന്നാൽ ഈ സർവേ പറയുന്നത് അതിന്റെ സാധ്യതകൾ ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം തലമുറകളെ വർദ്ധിപ്പിക്കാതെ, മൾട്ടിപ്ലൈ ആകാതെ അതിനെ തടസ്സം ചെയ്യാൻ എങ്ങനെ പറ്റുമെന്ന് ഈ കാലഘട്ടത്ത് പിശാച് വളരെ നന്നായി അവൻ ആലോചിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1:28 സന്താന പുഷ്ടിയുള്ളവരായിട്ട് ആളുകൾ പെരുകാതിരിക്കാനാണ് ഇന്ന് പുതിയ സിസ്റ്റം പിശാച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹോമോസെക്സ്, ലെസ്ബിയാനിസം, അല്ലെ, LGBTQ+, ഈ സംവിധാനങ്ങളുടെ പിന്നിലെല്ലാം പലരും അവിവാഹിതരായി നിൽക്കാൻ ശ്രമിക്കുന്നു. പുരുഷ സ്ത്രീ ബന്ധം ഉപേക്ഷിച്ച് മറ്റ് ചില ബന്ധങ്ങളിൽ ഉറച്ചു നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ നിന്ന് കഴിയുമ്പോൾ റീപ്രൊഡക്ഷൻ ഉണ്ടാകില്ല. ഭൂമിയിൽ ദൈവസാദൃശ്യത്തിലാണ് മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത്. ജനിക്കുന്ന ഓരോ കുഞ്ഞും, അത് പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ, ദേ ആർ ബോൺ ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്, ദൈവ സാദൃശ്യത്തിലാണ്. അത് ഇല്ലാതെയാക്കാനുള്ള തന്ത്രമാണ് ഇന്ന് പിശാച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാലൂപ്പ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സർവേ അനുസരിച്ച് ഇന്ന് ലോകത്തിൽ, പ്രത്യേകിച്ച് 1997 മുതൽ ഒരു ജെൻസി തലമുറയാണ്. 2012 ആ ഒരു തലമുറ മാറി ഇപ്പോഴത്തെ ആധുനിക തലമുറയ്ക്ക് പുതിയ പേരാണ്. 2013 മുതലുള്ള തലമുറയ്ക്ക് പുതിയ പേരാണ് ജെൻ ആൽബ. ജെൻ ആൽബ എന്ന് പറഞ്ഞാൽ ഒരു ജെൻസി തലമുറയാണ് ഇപ്പോൾ. എന്താണ് ഈ ജെൻസി തലമുറയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, എപ്പോ നോക്കിയാലും അവരുടെ കൂടെ മമ്മിയല്ല, ഡാഡിയല്ല, അവരുടെ കയ്യിൽ എന്തുണ്ടാകും? സ്മാർട്ട് ഫോൺ, അല്ലെ, ഇന്റർനെറ്റ്, സ്മാർട്ട് ഫോൺ, സോഷ്യൽ മീഡിയ, ഇതൊക്കെയാണ് അവരുടെ ഒന്നാമത്തെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കുമ്പോഴും ഇതിലിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും, സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ
ഈ എക്യുപ്മെന്റ്സുകൾ അവർക്കില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അല്ലെ, ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് ഇന്നത്തെ തലമുറ എത്തപ്പെട്ട് കഴിയും. ഈ ജൻസിയുടെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയിൽ പരിചയ സമ്പന്നരാണ് അവർ. ഇന്നത്തെ സാങ്കേതികമായ എല്ലാ വിദ്യകളിലും അവർ മുന്നിലാണ്. മൂന്നാമത്തെ പ്രത്യേകത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ ജൻസി തലമുറയാണ്. യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ടിക്ടോക്കും ട്രൂ സോഷ്യലും എല്ലാം അവരുടെ കയ്യിലാണ്. ഇപ്പൊ തന്നെ കോക്രോച്ച് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇന്ത്യയിൽ രൂപം കൊണ്ടു. ജൻസി തലമുറ, ടെക്നോളജി അവരുടെ കയ്യിലാണ്. എല്ലാ ഐഡിയോളജിയുള്ള ഒരു തലമുറയാണ് ഇപ്പോ നമുക്ക് സമൂഹത്തിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവരശേഖരണമൊക്കെ സെക്കൻഡുകൾ കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോ 2025 13 മുതൽ 28 വയസ്സ് വരെ ഉള്ള പ്രായമുള്ളവരെ എല്ലാം പൊതുവെ ജൻസികൾ എന്നാണ് വിളിച്ചത്. 2025 13 വയസ്സ് തികഞ്ഞവരും പിന്നെ 28 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ജൻസി തലമുറ എന്നാണ് പൊതുവായിട്ട് അവരെ വിളിക്കാനിടയായത്. ഇനി എന്താ ഞാൻ പറയാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഈ ജൻസികളുടെ ഇടയിൽ 20% ആളുകൾ, അഥവാ ഇന്നത്തെ ആധുനിക തലമുറയിൽ 20% ഓഫ് പീപ്പിൾ ഡോണ്ട് ലൈക്ക് ടു ഹാവ് മാരേജ്. 20% ആളുകൾ അവർ വിവാഹത്തിൽ താല്പര്യം കാണിക്കുന്നില്ല, ഒരു കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ഭാര്യയോടോ ഭർത്താവിനോടോ ചേർന്ന് ജീവിക്കുന്നത് അവർക്ക് താല്പര്യമില്ല. ഒരു LGBTQ+ പോലെ ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടം. ഇത് നിമിത്തം എന്ത് സംഭവിക്കുന്നു? പിശാചിന്റെ ഒരു ടാർജറ്റ് ഇവിടെ അരങ്ങേറുന്നു. തലമുറകൾ ഉണ്ടാകുന്നില്ല, മനുഷ്യ തലമുറകൾ കുറയുന്നു, ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നു. സാധാരണ ഇന്നത്തെ ലോകത്തെ കണക്കനുസരിച്ച് 2.1 ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ടാകണം. പക്ഷെ ഇപ്പൊ എത്ര ഉണ്ടെന്ന് അറിയാമോ? 1.5. പല രാജ്യങ്ങളിലും നിയമങ്ങൾ വെച്ച് പിന്നെ പല ഫാമിലികളിലും കുഞ്ഞുങ്ങളെ കുറയ്ക്കുകയാണ്. ഉദാഹരണം സൗത്ത് കൊറിയ 0.72% ഉള്ള ഫെർട്ടിലിറ്റി റേറ്റ്. ഒത്തിരി കുടുംബങ്ങളിൽ അവർ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് പറയുന്നു, മക്കൾ വേണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം ഒരു പൈശാചികമായ പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാവ് പ്രാപിച്ച, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവ മക്കൾ എല്ലാവരും നമ്മുടെ കുടുംബത്തിൽ തലമുറകൾ ദൈവം തരുന്ന ദാനമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവം തരുന്ന തലമുറകളെ സന്തോഷത്തോടെ സ്വീകരിക്കണം. അവരെ എങ്ങനെ വളർത്തും, എങ്ങനെ പഠിപ്പിക്കുമെന്ന് ചിന്തിക്കണ്ട. മക്കൾ ദൈവമാണ് ദാനമായി തരുന്നതെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാൻ ദൈവം എല്ലാം പദ്ധതി ചെയ്തു വെച്ചിട്ടാണ് നമുക്ക് മക്കളെ തരുന്നതെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് അറിയണം. വിശുദ്ധ വേദപുസ്തകം എന്താണ് പറയുന്നത്? ഇങ്ങനെയുള്ള തെറ്റുകൾക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാമോ? ഹോമോസെക്സ്, ലെസ്ബിയാനിസം അല്ലെ, വെസ്റ്റേൺ കൺട്രീസിലല്ലേ ഇപ്പോൾ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരുഷനെ, സ്ത്രീയെ വിവാഹം കഴിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവാലയങ്ങളുടെ അകത്ത് വെച്ച് ഇവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നു. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ യൂട്യൂബിൽ ഞാൻ കണ്ട് ഞെട്ടിപ്പോകാനിടയായി. 2 പുരുഷൻ കയ്യും പിടിച്ച് പുറത്തു വരുന്നത്, 2 സ്ത്രീകൾ കയ്യും പിടിച്ച് അത് വിവാഹമായി നടത്തി കൊടുക്കാൻ ഇന്ന് ഒരു തലമുറയെ പിശാചി ഇടിപ്പിച്ചിരിക്കുകയാണ്. ലേവ്യ പുസ്തകം 18:22 നമ്മുടെ ചർച്ചകളിൽ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഈ വചനമൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. നമ്മുടെ തലമുറകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ലേവ്യ 18:22, ലേവ്യ 20:13 ഈ വേദഭാഗങ്ങൾ വ്യക്തമായി പുരുഷനെയോ സ്ത്രീയോ വിവാഹം കഴിക്കരുതെന്നും ഭോഗിക്കരുതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരിക്കൽ കൂടെ റെഫറൻസ് ലേവ്യ 18:22, ലെവറ്റിക്കസ് 18:22, 2 ലെവറ്റിക്കസ് 20:13, 20:13. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പരിശ്രമിച്ചാൽ
അവർക്ക് മരണശിക്ഷ നൽകണം. അതാണ് അന്ന് ദൈവം ലേവ്യ പുസ്തകത്തിലൂടെ കൊടുത്തതായ പ്രത്യേകമായ നിയമം. അതൊരു സിവിൽ ലോ ആയിരുന്നു. ഇസ്രായേലിൽ ഇത് സിവിൽ ലോ ആണ്. ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ അവർക്ക് മരണശിക്ഷ. പുതിയ നിയമത്തിൽ വരുമ്പോ ഇതൊരു സിവിൽ ലോ അല്ല, അല്ലെ? ഇങ്ങനെയുള്ള തെറ്റുകൾ കണ്ടുപിടിച്ചാൽ മരണശിക്ഷ കൊടുക്കാൻ പബ്ലിക്കിൽ നമുക്ക് അനുവാദം ഇല്ല. പക്ഷെ ബൈബിൾ ശക്തമായിട്ട് ഇതിനെ എതിർക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ ബൈബിൾ പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്നവരെ ദൈവം നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചെന്ന പ്രകൃതി വിരുദ്ധ പാവമായിട്ടാണ് പൗലോസ് ഇതിനെ ഇവിടെ വെളിപ്പെടുത്തുന്നത്. എഗെയിൻസ്റ്റ് ദ നേച്ചർ, ഹോമോസെക്സ് ആൻഡ് ലെസ്ബിയാനിസം എഗെയിൻസ്റ്റ് ദ നേച്ചർ, പ്രകൃതി വിരുദ്ധമായ ഒരു പാവമാണ്. ഈ പാവങ്ങളുടെ പട്ടികൽ ലേഖനങ്ങളിൽ പല സ്ഥലത്തും നമ്മൾ കാണാൻ കഴിയും. അവിടെ പല സ്ഥലങ്ങളിലും ഇത് പാവമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലെ തെറ്റുകൾ ചെയ്യുന്നവർക്ക് ശിക്ഷയുണ്ട്. റോമർ 6:23 പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്നവർക്ക് ശിക്ഷയുണ്ടെന്ന് ബൈബിൾ പറയുന്നു. വിവാഹം എല്ലാവർക്കും മാന്യം. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്ന ദൈവ ഇഷ്ടം. പക്ഷെങ്കിൽ ഇതുപോലുള്ള ജീവിതമോ ദൈവ ഇഷ്ടത്തിലുള്ളതല്ല. ഇത് ശിക്ഷാർഹമെന്ന് ബൈബിൾ വ്യക്തമായി പറയുകയാണ്. സോദോം ഗൊമോറ പോലുള്ള പട്ടണങ്ങളെ ദൈവം ആകാശത്തുനിന്ന് തീയിറക്കി. ആ പട്ടണങ്ങളെ ന്യായം വിധിക്കാനുള്ള കാരണം ഇത്തരത്തിലെ പാവമായിരുന്നു എന്ന കാര്യം നമ്മൾ അറിയണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാപം നിറഞ്ഞ തലമുറകൾക്ക് വചനം പറഞ്ഞു കൊടുക്കണം. അവർ പശ്ചാത്തപിച്ചാൽ, അവർ മനസ്താവപ്പെട്ടാൽ, അവർ ദൈവമേ ഞങ്ങൾ തെറ്റുകാരാണെന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങി വന്നാൽ തീർച്ചയായിട്ടും ദൈവം അവരെ ചേർത്തുകൊള്ളും. ദൈവം അവരെ തള്ളിക്കളയയില്ല. അടുത്തൊരു ടൈറ്റിൽ എഴുതി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വെൻ മാരേജ്, എപ്പോഴാണ് വിവാഹം? വിവാഹത്തിന് ശേഷം നടക്കേണ്ട ഫാമിലിയിലുള്ള പ്രധാനപ്പെട്ട അനുഭവങ്ങൾ കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കും. വെൻ മാരേജ് എന്നൊരു ഹെഡിങ്. എപ്പോഴാണ് വിവാഹം കഴിക്കേണ്ടത്? പെൺകുട്ടികളും ആൺകുട്ടികളും അതിന് ശേഷം നടക്കേണ്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മുടെ കണ്ണുകളെല്ലാം ഒരു നിമിഷം അടച്ച് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ 10 കരുത്തേറിയ ഒരു തീരുമാനം. കർത്താവെ, ഞങ്ങളുടെ കുടുംബം ദൈവത്തെ സേവിക്കണം. ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ കാലഘട്ടത്ത് ദൈവം പണിയുന്ന കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. ഇന്ന് കേട്ട ഓരോ വചനങ്ങളും സത്യങ്ങളും നമുക്ക് നയവിറക്കാം. നമ്മുടെ ഫാമിലി ദൈവത്തിന് പ്രസാദമുള്ള ഫാമിലികളായി മാറട്ടെ. ഭൂമിയിൽ ദൈവം പണിയുന്ന സ്വർഗമായി നമ്മുടെ ഭവനം മാറട്ടെ. പരസ്പരം സ്നേഹിക്കുന്ന, നമ്മെ വിട്ടുപിരിയാത്ത, ഒന്നായി നിൽക്കുന്ന നല്ല അനുഭവങ്ങൾക്കായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു ഭർത്താവ് എന്ന സ്ഥാനത്ത്, ഭാര്യ എന്ന സ്ഥാനത്ത്, മക്കൾ എന്ന സ്ഥാനത്ത് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്യാൻ ഒരിക്കലും ഒരു പിശാചിനും തകർക്കാൻ പറ്റാത്ത ശക്തമായ കുടുംബങ്ങളായി നിലനിൽക്കാൻ എല്ലാവർക്കും ദൈവം കൃപ തരും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ വചനങ്ങൾ കേട്ടുകൊണ്ട് ഞങ്ങളുടെ ദാസന്മാർ, ദാസിമാർ ഓരോരുത്തരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇപ്പോൾ കേട്ടവരും ഇനി കർത്താവെ ലൈവിലൂടെയോ യൂട്യൂബിലൂടെയോ ഒക്കെ കേൾക്കാൻ പോകുന്ന എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബ ജീവിതങ്ങൾ പണിയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവം നൽകുന്ന അവസാന ശ്വാസം വരെ ഭാര്യയോട് ചേർന്ന്, ഭർത്താവിനോട് ചേർന്ന്, അമ്മയപ്പനോട് ചേർന്ന് നിന്ന് ദൈവത്തെ സേവിക്കാൻ എല്ലാവർക്കും കൃപ നൽകും. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കും. ദൈവം പണിയുന്ന കുടുംബങ്ങളായി ഓരോരുത്തരെ ദൈവം മാറ്റണം. അതിനെതിരെ വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചിക ശൃംഖലകളെ യേശുവിൻ നാമത്തിൽ ശാസിക്കും. ഒരു ദൈവ സമാധാനം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.